ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു ധ്യാനകഥയിലൂടി നമുക്കിന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഗുരു ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് ധ്യാന കേന്ദ്രത്തിലേക്ക് വരികയാണ്. ധ്യാനഗുരു ധ്യാനകേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച, ഒരു സാധകൻ ഉപാസനാമൂർത്തിയുടെ മുന്നിലിരുന്നിട്ട് ധ്യാനം ചെയ്യുന്നതായിട്ടാണ്. ആ സാധകനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ധ്യാനഗുരു കണ്ടത് അദ്ദേഹത്തിൻ്റെ ധ്യാന സാധകൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുന്നതായിട്ടാണ്. അത് കണ്ടപ്പോൾ ധ്യാനഗുരുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു. ഗുരു വന്ന കാര്യം ധ്യാനസാധകൻ അറിയുന്നില്ല. ധ്യാനസാധകൻ സാധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് ധ്യാനസാധകൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുന്നിലെ ആ ഉപാസനാമൂർത്തിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നതായിട്ടാണ് കണ്ടത്. ധ്യാനസാധകൻ അതിശയപ്പെട്ടുപോയി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടടുത്ത് ധ്യാനഗുരു നിൽക്കും. ധ്യാനഗുരുവിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. ധ്യാനസാധകൻ പെട്ടെന്ന് ചോദിച്ചു, ഗുരു, അങ്ങും കരയുകയാണോ? ഗുരു പറഞ്ഞു, പ്രിയനെ, നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുമ്പോൾ എൻ്റെ കണ്ണുകൾ എങ്ങനെ ഈറനണിയാതിരിക്കും? അപ്പോൾ ധ്യാനസാധകൻ ഒരു സംശയം ചോദിച്ചു. എന്നാൽ അപ്പോൾ ഉപാസനാമൂർത്തിയുടെ കണ്ണും നിറയുന്നല്ലോ, അതെന്തുകൊണ്ടാണ്? ധ്യാനഗുരു ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, പ്രിയനെ, ധ്യാനഗുരുവും ഉപാസനാമൂർത്തിയും സാധകനും ഒന്നാണെന്ന് ഇതുവരെ നിനക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഈ ഒരു ധ്യാനകഥയുടെ തത്വം എന്ന് പറയുന്നത്, ഒന്നാണെന്നറിയാൻ ഒന്ന് ഇരുന്നറിയണം എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം നമ്മളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്നാണെന്ന് തിരിച്ചറിയുന്നു, അപ്പോൾ തത്വവും സാധകനും ഉപാസനാമൂർത്തിയും ഗുരുവുമെല്ലാം ഒന്നാണെന്നുള്ള തത്വം നമ്മളിൽ ഉറയ്ക്കും. അവധൂജിയുടെ ഈ ഒരു ധ്യാനകഥയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു പുണ്യസ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള കരിമുളയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തുകൊണ്ടും വളരെ പ്രത്യേകതയുള്ള ഒരു പുണ്യസ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പന്തീരുകുല ധർമാശ്രമത്തിലെ സ്വാമി ശിവാനന്ദ ശർമ്മജിയാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. കുറിച്ചും എങ്ങനെയാണ് ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വന്നത് എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായും. ബാല്യകാലം എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, അന്നത്തെ ഒരു ജീവിത സാഹചര്യം, നാമം ജപിച്ചില്ല എങ്കിൽ അച്ഛൻ വഴക്ക് പറയും, അല്ലെങ്കിൽ വൈകിട്ട് രാത്രി ഭക്ഷണം തരില്ല എന്നൊക്കെയുള്ള അന്നത്തെ ഒരു വീട്ടിലെ ചിട്ടയനുസരിച്ച് സന്ധ്യാസമയത്ത് നാമം ജപിക്കും. തുടർന്ന് മനസ്സിലിങ്ങനെ ക്ഷേത്രങ്ങളിൽ പോവുക. അടുത്ത ദേവീക്ഷേത്രമാണ് തുരുത്തിയിൽ ഭഗവതി ക്ഷേത്രം. അവിടെ പോയി തൊഴുക, വരിക. പിന്നെ അവിടെ ചിറപ്പുമൊക്കെ നടത്തുമ്പോൾ അവിടെ പോയി
നാമജപത്തിൽ പങ്കെടുക്കുക. അത് കഴിഞ്ഞിട്ട് മലരും പഴവും ഒക്കെ പ്രസാദമായി സ്വീകരിക്കുക. അങ്ങനെ വന്നിട്ട് ഈ അമ്പലത്തിനോട് വലിയ ഒരു താല്പര്യം ക്ഷേത്രത്തിനോടും ഒക്കെ തോന്നി. വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ബൈൻഡ് പെട്ടിയിലാണ് അന്ന് ബുക്കുമൊക്കെ കിട്ടുക. അതേലെ ഒരു പെട്ടി ചരിച്ചു വെച്ചിട്ട് അതിനകത്ത് ഒരു ശ്രീകൃഷ്ണൻ്റെ ബുക്കിലുള്ള ഫോട്ടോ അത് കട്ട് ചെയ്ത് അതിൽ വെച്ച് വിളക്കുമൊക്കെ കത്തിച്ചിട്ട് പെട്ടിയമ്പലം എന്നുള്ള രീതിയിൽ അന്ന് അതിനെ പേരിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയായിരുന്നു ഒരു 9-10 വയസ്സിലൊക്കെ തുടർന്നു. അതിനുശേഷം വളർന്നു. പിന്നെ ഇവിടെ ഒരു കാവ് കുടുംബത്തിൻ്റേതായിട്ട് ഉണ്ടായിരുന്നു. അവിടെ വിളക്ക് കത്തിയൊക്കെയുണ്ട്. വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാൽ ഒരു ഓല കൊണ്ടൊരു പുരയുണ്ടാക്കി അവിടെയാണ് സന്ധ്യാദീപം തെളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അങ്ങനെയൊരു തുടർന്ന് പോകുന്ന സമയത്താണ് പിന്നെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞതും പ്രീ ഡിഗ്രിയിലേക്ക് പോകുന്നതും. തുടർന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ഈ വിളക്ക് കത്തീരുമൊക്കെ നമുക്ക് ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യം. അതല്ല എങ്കിൽ വീട്ടിൽ ചെയ്യുന്നു, നമ്മളത് ശ്രദ്ധിക്കാതെ വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ പോയി കോളേജിൽ വെച്ച് സുഖമില്ലാതെ വന്നു. മറ്റു കുട്ടികൾ കൂടി അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഴപ്പമൊന്നുമില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ ഇവിടെ കൊണ്ടുവന്നു. അപ്പം എങ്കിലും ഒരു അസ്വസ്ഥത ശരീരത്തും മനസ്സിലുമൊക്കെ ഉണ്ടാകും. അതിനെന്താ കാരണമെന്നറിയാതെ ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അമ്മ അച്ഛനുമായിട്ട് പറയുന്നത്, പളനിക്ക് പോകുവാൻ വ്രതമെടുക്കൂ, പളനി പോയി ദർശനം കണ്ടുവരാൻ. അത്തരത്തിൽ മാലയിട്ടു പളനിക്ക് പോകാൻ നോയമ്പെടുത്തു. അങ്ങനെ പളനി ദർശനം കഴിഞ്ഞ് തിരികെ വന്നിട്ട് ആ മാല ഊരാനുള്ള ഒരു മനസ്സ് വന്നില്ല. ആ വ്രതം ഏറ്റെടുത്തുകൊണ്ട് ഒരു ദിവസം സന്ധ്യയ്ക്ക് അവിടെ ഈ നാമപ്പുരയിൽ പ്രാർത്ഥിക്കാനായി പോയിട്ട് രാത്രിയും വീട്ടിലേക്ക് വരാതിരുന്നപ്പോൾ രാത്രി ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ എന്നെ വിളിക്കുന്നതിന് വേണ്ടി അവിടെ വന്നു. അപ്പം യഥാർത്ഥ ഒരു സ്വബോധത്തിലല്ല, എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ആളുകളെല്ലാം കൂടെ കൂടി പിന്നെ അന്ന് അവർ അതിന് ഒരു പേരിട്ട് ഇതെന്തോ അനുഗ്രഹമാണ് അങ്ങനെയുള്ള ഒരു ചിന്തയിൽ പിന്നെ പലരും കാണാൻ വന്നു. പലർക്കും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അവരുടെ നാമധേയത്തിൽ പ്രാർത്ഥിക്കുമ്പം അവർക്കൊക്കെ ചിലർക്ക് ഫലിക്കുന്നു, ചിലർക്ക് ഫലിക്കാതിരിക്കുന്നു. ഏറിയ ആളുകൾ പലരും അന്നേരം എത്തി. അങ്ങനെ മുമ്പോട്ട് പോയപ്പം ആണ് ഈ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ രാത്രി ഒരു ഞെട്ടലോടുകൂടി ഉണരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഞാൻ നോക്കിയപ്പോൾ കട്ടളയുടെ കോർണറിലായിട്ട് ഒരു പ്രകാശം പോലെയുള്ള ഒരു രൂപം ഒരു തീഗോളം പോലെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യും. ആ രൂപം എന്നോട് സംസാരിക്കുകയാണ്, നീ ഇവിടെ പണി കഴിപ്പിക്കേണ്ട ക്ഷേത്രത്തിൻ്റെ നാമധേയം എന്താണെന്ന് അറിയാമോ? അറിയില്ല എന്ന് പറയാൻ നാവ് ചലിപ്പിക്കാൻ വയ്യ. അച്ഛാന്ന് വിളിക്കാൻ ഞാൻ ശ്രമിച്ചു. അതായത് ഭിത്തിക്കപ്പുറം അച്ഛൻ കിടപ്പുണ്ട്, പക്ഷേ പറ്റുന്നില്ല. കൈ പുറകോട്ട് വലിച്ചു, ഒരു തരത്തിലും അങ്ങനെ കൈ ചലിപ്പിക്കാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ മനസ്സുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ രൂപം ഇങ്ങോട്ട് പറഞ്ഞു തന്ന പേരാണ് സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം. ഇത് ഇഷ്ടകൂടി ജനങ്ങൾക്ക് വന്നെത്തി ആരാധിച്ച് ആശ്വസിക്കാനുള്ള ഇടമാണെന്ന് പറഞ്ഞു ആ രൂപം മറന്നു. ഞാൻ എഴുന്നേറ്റ് സ്വല്പം വെള്ളം കുടിച്ചു. പേന നോക്കിയിട്ട് കണ്ടില്ല. അവിടെ ഒരു മേശയുടെ താക്കോലെടുത്തിട്ട് കട്ടളപ്പടിയിൽ എഴുതിയിട്ടു സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം. അപ്പം ഇങ്ങനൊരു വാക്ക് ആ സമയത്ത് ആദ്യം കേൾക്കുക. അറിവ് നമുക്ക് കുറവ്, അറിവുള്ളവരുമായിട്ട് അത് പറഞ്ഞു തരാൻ പറ്റിയ ആളുകൾ നമ്മുടെ ആ സാഹചര്യത്തിലില്ല. അറിവുള്ളവരുമായിട്ട് നമുക്ക് മറ്റ് പുറത്ത് ബന്ധങ്ങളില്ല. അതുകൊണ്ട് അതങ്ങനെ പോയി. തുടർന്ന് ഈ ഒരു സങ്കല്പവും അതിനുശേഷം ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു മാറ്റമുണ്ടാകുകയും അങ്ങനെ എല്ലാവരും ഒത്തുകൂടി അതൊരു ദൈവാനുഗ്രഹമാണെന്ന് പറയുകയും ചെയ്തപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഒരു പ്രശ്നചിന്ത നടത്തി. അങ്ങനെ ദൈവജ്ഞന്മാരെ വിളിച്ചു പ്രശ്നചിന്ത നടത്തി. ആ പ്രശ്നചിന്തയിൽ ഉരുത്തിരിഞ്ഞ് ഒരു വ്യക്തത എന്ന് പറയുന്നത്
ഇവിടെ ശിവക്ഷേത്രം പണിയണം, ദേവിയുടെ ക്ഷേത്രം പണിയണം, അതായത് ജന്മസ്ഥാനവും കർമ്മസ്ഥാനവും ആ തരത്തിൽ ആരാധന നടത്തണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി തയ്യാറായി. അപ്പോൾ അങ്ങനെ തയ്യാറാകുന്ന സമയത്ത് അതിന് തക്ക ഒരു പ്രാപ്തിയും നമുക്കില്ല, ധനപരമായും എല്ലാ തരത്തിലും. അതിൻ്റെ ബാലാലയ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്കൻ ഇവിടെ വരികയാണ്. കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിലുള്ളതാണ് ഈ കണക്കൻ, ഭാസ്കരൻ മേശ്ശേരി എന്ന് പറയും. അദ്ദേഹം ഇവിടെ വന്നു സ്ഥാനനിർണയം നടത്തി തോത് പണിയാനായിട്ട് ഉളിയെടുത്ത് തോതുപണി ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ ഈ ഉളി കയറുകയും അങ്ങനെ രക്തം കാണുകയും അന്നത്തെ പണി നിർത്തിവെച്ച് അദ്ദേഹം പോവുകയും ചെയ്തു. അദ്ദേഹത്തെ വിളിക്കുന്നതിന് വേണ്ടി ഒരാഴ്ച സമയം കഴിഞ്ഞപ്പോൾ വേറൊരു പയ്യനെ ഒരു ടാക്സി വിളിച്ച് നമ്മൾ അവിടേക്ക് വിട്ടു. സോമവിലാസം ചന്ത, അതായത് ശാസ്താംകോട്ട ഭരണിക്കാവിന് അടുത്ത്. അപ്പോൾ അവിടെ നമ്മുടെ പയ്യൻ അവിടെ ചെന്നിറങ്ങി. അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, ഒരു കാറ്റടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് നിന്ന പ്ലാവിൻ്റെ ഒരു കമ്പടർന്ന് വീണ് ഇദ്ദേഹത്തിൻ്റെ വലത് കൈ ഒടിയുന്നു. ഈ കാറിൽ തന്നെ അദ്ദേഹത്തെ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. പിന്നെ കൈ എടുത്ത് അദ്ദേഹം ഒന്നും പണിതിട്ടില്ല. ആ ഒരു പ്രതിസന്ധിയാണ് അന്നുണ്ടായത്. അതുപോലെ ദുർനിമിത്തങ്ങളുടെ ഒരു തുടക്കമായിരുന്നു അത്. അദ്ദേഹം അനുജ്ഞ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ മുതുവിലാക്കാട്ടുള്ള വേറൊരു ഭാസ്കരൻ മേശ്ശേരി, അദ്ദേഹത്തിൻ്റെ പേരും ഭാസ്കരൻ, അദ്ദേഹം ഇവിടെ ബാക്കി പണിക്കായിട്ടെത്തി. അങ്ങനെ കട്ടളവെപ്പ് ആ പണിയായപ്പോഴത്തേക്കിന് അച്ഛന് സുഖമില്ലാതെ വന്നു. അച്ഛൻ വീണു. അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. അച്ഛൻ മരണപ്പെട്ടു. അങ്ങനെ ഈ ക്ഷേത്രം പണി മുടങ്ങുകയാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് പിന്നെ അതിൻ്റെ ആ ഒരു ചടങ്ങായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പണിയും കാര്യങ്ങളും നടന്നില്ല. ഈ സമയത്തൊക്കെ മറ്റിടങ്ങളിൽ നിന്നും പലിശയ്ക്കുമൊക്കെ പൈസ എടുത്ത് ഇത് നടത്താനുള്ള ഒരു വ്യഗ്രത കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം മറ്റു രീതിയിൽ ചിലവായി പോകുന്നുമുണ്ട്. അവസാനം ഇത് ഏത് തരത്തിലും പണി പൂർത്തീകരിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ഇവിടെ വരുന്ന പല ആളുകളും നമ്മളെ സാമ്പത്തികമായി കടമായും സ്വർണമായിട്ടുമൊക്കെ സഹായിച്ചു. അതെല്ലാം ബാധ്യതകൾ ഒരറ്റത്ത് കൂടുന്നെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ക്രമത്തിന് അങ്ങോട്ട് നടന്നു. പക്ഷേ അലട്ടുകൾ വളരെ കൂടുന്നു. ആ സമയത്തെന്ന മറ്റ് പ്രശ്നചിന്ത നടത്തുന്നതിന് വേണ്ടി കേരളത്തിലുള്ള വലിയ, അതായത് തലയോലപ്പറമ്പ് പരമേശ്വരമേനു, കൂത്താട്ടുകുളം എ നാരായണൻ നമ്പൂതിരി, മേഴത്തോൾ അച്യുതക്കുറുപ്പ് എന്ന് വേണ്ട നിരവധി ജ്യോത്സ്യന്മാരെ കണ്ട് നമ്മൾ പ്രശ്നചിന്ത നടത്തുന്നു. അവരെല്ലാം അതിൻ്റെ ഒരു പരിഹാരം പറയുന്നു. അഖണ്ഡനാമം അഹോരാത്രമായിട്ട് ചെയ്യാൻ പറഞ്ഞു. മറ്റ് അഷ്ടദ്രവ്യം കൂട്ടി ഗണപതി ഹോമം ചെയ്യാൻ പറഞ്ഞു. ഇതൊന്നും ചെയ്തിട്ടും ഇതങ്ങോട്ട് പൂർണ്ണത എത്തുന്നില്ല. അവസാനം ഏത് വിധേനയും ഈ കലശം നടത്തണമല്ലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് അത്തരത്തിൽ പൈസയൊക്കെ ക്രമീകരിച്ച് കലശത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതിൻ്റെ ചാർത്ത്, അതായത് നേരം കുറിക്കുന്ന അന്ന് രാത്രി ഇത് പ്രതിഷ്ഠിക്കപ്പെടേണ്ട തന്ത്രി അറ്റാക്ക് വന്ന് മരിച്ചു. അദ്ദേഹം കൂടെ കൂടിയിരുന്നാണ് ഈ നേരം എടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയമായി. പിന്നെ വേറൊരു തന്ത്രിയെ നമുക്ക് പ്രതിഷ്ഠയ്ക്ക് കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം. പല ഇല്ലങ്ങളിലും പല തന്ത്രിമാരെയും കണ്ടു. അവസാനം ഈ മരിച്ച ആളിൻ്റെ സഹോദരൻ ഹരീവി കൃഷ്ണമൂർത്തി എന്ന് പറയും, അദ്ദേഹം ഈ പ്രതിഷ്ഠയുടെ തന്ത്രവേറ്റെടുത്തു ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ പ്രതിഷ്ഠാ കലശത്തിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടൊരുങ്ങി. ഞാൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണ്. പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മുളപൂജ ഉൾപ്പെടെയുള്ള കലശപൂജ ആരംഭിക്കുക. 2 ശ്രീകോവിലിൻ്റെയും കതവ് ഒരേപോലെ യേശുക്രിസ്തുവിൻ്റെയൊക്കെ കല്ലറ പൊട്ടിക്കീറി എന്ന് പറയും പോലെ ഈ കതവ് പൊട്ടിക്കീറി. അപ്പോൾ ഒരു രാത്രി കൊണ്ടൊന്നും ഒരു ക്ഷേത്രത്തിൻ്റെ കതവ് നിർമ്മിക്കുക അസാധ്യമാണ്. അത്തരത്തിൽ ഒരു ചെട്ടികുളങ്ങരയുള്ള ഒരു ആശാരിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ കതവിന് അടുപ്പിച്ച് സ്ക്രൂവൊക്കെ ചെയ്തിട്ട് കലശം അങ്ങ് തുടങ്ങിയായിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രതിഷ്ഠാകലശവും 4ാം കലശവും 41ാം കലശവും കഴിഞ്ഞിട്ട് സർപ്പവിലിയും കഴിഞ്ഞപ്പം വലിയൊരു ബാധ്യതയായി ഇവിടം വിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എനിക്ക് വന്നു. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ കേസ് പോലും അന്നേരം ഉണ്ടായ ഒരു സാഹചര്യമാണ്. ആരും
കള്ളമല്ല, എല്ലാവരും സത്യമാണ് പറയുന്നത്, നല്ല മനസ്സോടെ തന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ക്ഷേത്രം തന്നെ ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഇത് ആർക്കെങ്കിലും മറ്റ് ക്ഷേത്രം നിൽക്കുന്ന ഭൂമി ഒരാൾ വാങ്ങില്ലല്ലോ. ഈ ബാധ്യത പരിഹരിക്കാൻ മറ്റു മാർഗങ്ങളില്ല. അപ്പോൾ ഇത് ബന്ദിക്കോസുകാർക്ക് ആർക്കെങ്കിലും കൊടുക്കാം, അവരിവിടെ അവരുടെ ആരാധനാലയം വെക്കട്ടെ, നമുക്ക് വസ്തുവിൻ്റെ പൈസ കിട്ടിയാൽ മതിയല്ലോ. അത്തരത്തിൽ ചെങ്ങന്നൂർ ബാറിലുള്ള അഡ്വക്കേറ്റ് സനൽ എന്ന് പറഞ്ഞ ഒരാൾ ആ സമയത്ത് ബന്ദിക്കോസിൽ ചേർന്ന ഞാനുമായിട്ട് പരിചയമുള്ള അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞു, സ്വാമി, ഞങ്ങളൊക്കെ ഇങ്ങനെ മതം മാറിയാലും അങ്ങിങ്ങനെ മതം മാറുന്നത് ശരിയാണോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ മതം മാറുന്നില്ല, ഇവിടെ ഈ തന്നവർക്ക് കൊടുക്കണം, അതിന് മറ്റു മാർഗങ്ങളില്ല, ഇനിയും അത് ആ ഒരു സാഹചര്യം. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം ഒരു പരിഹാരമില്ലാതെ ഞാൻ ഈ വീട് വിട്ട് നിൽക്കുകയായി, വീട്ടിലേക്ക് പോലും വരുന്നില്ല. ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഭവനം വിട്ടിറങ്ങിയ ഞാൻ ഒരു വ്യക്തതയിലേക്ക് വരിക എന്ന് പറയുന്നത് ചെങ്ങന്നൂർ സ്ഥിതി ചെയ്യുന്ന ശ്രീ സരസ്വതി വൈദിക ഗുരുകുലം ആചാര്യ നരേന്ദ്രഭൂഷൻ്റെ നേതൃത്വത്തിലുള്ള ആ ഗുരുകുലത്തിലെത്തപ്പെട്ടു. ആചാര്യ നരേന്ദ്രഭൂഷൺജിയാണ് മന്ത്രോപദേശം തന്ന് ഉപനയനം തന്ന് ഇതിന് ആധ്യാത്മിക രംഗത്ത് സ്വാമിക്ക് ആദ്യ ഗുരുവായിട്ട് വഴികാട്ടിയായിട്ട് നമ്മുടെ മുന്നിൽ വന്നത് ആചാര്യ നരേന്ദ്രഭൂഷൺജിയാണ്, വേദപണ്ഡിതൻ. അദ്ദേഹം മഹാജ്യോതി പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ട് ദ്വാദശാഗ്നിഷ്ടോമം 12 ദിവസം നീണ്ടു നിൽക്കുന്ന പന്തിരുകുല മഹായാഗം വേദവിധി പ്രകാരം നടത്തിയ ഒരു മഹാവ്യക്തിത്വമാണ്. എൻ്റെ പ്രഥമ ഗുരുവായി ഞാൻ സങ്കല്പിക്കുന്നയാളാണ് ആചാര്യ നരേന്ദ്രഭൂഷൺ. അങ്ങനെ നിരവധി ഗുരുക്കന്മാരിൽ കൂടി പോയി അവസാനം ദീക്ഷിതമായത് പ്രഭാകരാനന്ദ സരസ്വതി സ്വാമികളിൽ നിന്നാണ്. പൂജനീയ പ്രഭാകരാനന്ദ സരസ്വതി സ്വാമികളിൽ നിന്നാണ് സന്യാസ ദീക്ഷയെടുത്തത്. അങ്ങനെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് മണ്ണാമൂല കോളനി എന്ന് പറയുന്ന കോളനിയിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ അടുത്തുള്ള ശിവശങ്കരപ്പിള്ള എന്ന് പറയുന്നൊരു ജ്യോത്സ്യർ ലോഹ്യം പറയാനായിട്ട് വരും. ഞങ്ങൾ ആ ആറന്മുള ബണ്ടയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞു, സ്വാമി, ഒരു നാരങ്ങ കയ്യിലിട്ട് അമ്മാനമാടുമ്പോൾ മുകളിലും താഴെയും വരുന്ന നാരങ്ങയ്ക്ക് ഒരുപോലെ ഇങ്ങനെ നേരം കുറിക്കും, അത്ര സൂക്ഷ്മമാ ജ്യോതിഷം. ആകയാൽ ഞങ്ങൾ പിന്നെ ഇത് ഒരുവിധം ഗണിച്ചു പറയുന്നു, അതിൽ ചില ന്യൂനതകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ഇതൊരു ഈശ്വര ദർശനമാകുകയാണ്, ആ ഈശ്വരനല്ലാതെ ആർക്കും ഇതിന് പരിഹാരം പറഞ്ഞു തരാൻ പറ്റില്ല, അങ്ങ് എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നൊന്ന് ധ്യാനിക്കൂ എന്ന് പറഞ്ഞു. ആ തരത്തിൽ എല്ലാ ആശ്രമങ്ങളും കയറി എല്ലാ ഇടങ്ങളിലും പോയി. എങ്ങും നമുക്ക് ഈ മരണമാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം, പക്ഷെ മരിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് മാവേലിക്കര ശുഭാനന്ദാശ്രമത്തിൽ വരെ എത്തി വേറൊരു അമ്മയും കൂട്ടി അവിടുത്തെ മഠാധിപതിയോട് ചോദിച്ചു, ഞാൻ ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. അദ്ദേഹം അനുവദിച്ചു. അത്തരത്തിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും ഉറങ്ങാൻ പോയി. ഞാൻ ആ സമാധി പീഠത്തിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുക. നമുക്കുറക്കമില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ രാത്രി 2 മണി കഴിഞ്ഞ സമയത്ത് ഒരു അശരീരി പോലെ നമ്മൾ കേൾക്കുക, ഒരു ഇയർഫോൺ വെച്ച് നമ്മളിങ്ങനെ കേൾക്കുന്നത് പോലെ ഒരാൾ നമ്മളോട് പറയുക, നീ പ്രശ്നത്തിൽ കണ്ട ക്ഷേത്രമാണ് വെച്ചത്. അഷ്ടമംഗല പ്രശ്നം വെച്ചാണല്ലോ നമ്മൾ വെച്ചത്. ദർശനത്തിൽ കണ്ട ക്ഷേത്രം വെച്ചിട്ടില്ല. ദർശനത്തിൽ കണ്ട ക്ഷേത്രമെന്ന് പറയുന്നത് അടിമ ഉടമ വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ പരമാത്മാവിൻ്റെ ഉടമസ്ഥത ഭൂമിയിൽ സ്ഥാപിച്ച് എല്ലാ സമയങ്ങളിലും ആരാധന നടത്തപ്പെടേണ്ട, എല്ലാ യാമങ്ങളിലും ആരാധന നടത്തപ്പെടേണ്ട ഈ യുഗത്തിൻ്റെ മോക്ഷദായക ക്ഷേത്രമാണ് സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം. ഈ അറിവ് കിട്ടിയത് ഈ ശുഭാനന്ദാശ്രമ സമാധിയിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഈ നിലവിൽ വെച്ച ക്ഷേത്രത്തിൻ്റെ ബാധ്യത കൊണ്ട് വീട്ടിൽ പോലും കയറാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അറിവ് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാനെ, ഇനിയും എന്താ ക്ഷേത്രം? ഭഗവാന്റെ ഏറ്റവും വലിയ സങ്കല്പം ശിവലിംഗ പ്രതിഷ്ഠ വെച്ചു, ദേവിയുടെ സങ്കല്പം കണ്ണാടി ബിംബ പ്രതിഷ്ഠ വെച്ചു, അതിനപ്പുറത്തിനി ഒരു ക്ഷേത്രം എന്താ? ഇനി എന്താ പ്രതിഷ്ഠ? ആ സമയത്താണ് പറഞ്ഞത്, പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ ഇല്ലങ്ങളിലേക്ക് പോകൂ. ആ 12 ആത്മാക്കളെ ജ്യോതിസായി ആവാഹിച്ച് ആ ജ്യോതിസിൽ യുഗവ്യവസ്ഥ പ്രകാരം സമന്വയിച്ച് മഹാജ്യോതിയായി പ്രതിഷ്ഠിക്കൂ എന്ന് പറഞ്ഞത്
ഈ ആശ്രമത്തിൽ നിന്ന് അടുത്ത മറുപടിയാണ്. അത് നേരം വെളുത്തു, ഇതവിടെ ചർച്ചയായി. എനിക്ക് ഈ പന്തിരൂല എവിടാണെന്ന് അറിയില്ല. 12 വിളക്കോച്ചിറ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ രാവിലെ അവിടെ ചർച്ചയായപ്പോൾ ആ ആശ്രമത്തിൽ തന്നെ മാവേലിക്കരയിൽ നിന്നും കാസർഗോഡ് പോയി താമസിക്കുന്ന ഒരു ദിവാകരൻ മാഷ് അന്ന് ആശ്രമത്തിൽ തൊഴാനായിട്ടെത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ട് പന്തിരൂലത്തിൽ, പാക്കനാരുടെ ഇല്ലത്ത് പോയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ അതിനൊരു സൊല്യൂഷൻ അവിടെ ഉണ്ടാകുകയാണ്. എല്ലാവരും ചർച്ച ചെയ്തു. അങ്ങനെ ഈ ദിവാകരൻ മാഷും തിരുവനന്തപുരത്ത് മണ്ണാമൂലയിൽ താമസിക്കുന്ന ഒരു കൈനഗിരി ജനാർദ്ദനൻ സാർ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജരായിരുന്നു. ഇപ്പോഴും ഉണ്ട്, അദ്ദേഹത്തിന് ഓർമ്മയില്ല. അദ്ദേഹവും ബുധനൂരുള്ള ഒരു നാണു മാഷും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അവർ തന്നെ ഒരു വണ്ടി അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഈ പന്തിരൂല ഇല്ലങ്ങളിലേക്ക് യാത്ര ചെയ്യുക, ഇത് തിരക്കി പോവുക. അങ്ങനെ പാലക്കാട് തൃത്താലയുള്ള വേമഞ്ചേരി മന അഗ്നിഹോത്രിയുടെ ഇല്ല, തൊട്ടപ്പുറത്തുള്ള ഈരാറ്റിങ്കൽ കോളനി പാക്കനാരുടെ ഇല്ല, അതിൻ്റെ കുറേ അങ്ങോട്ട് മാറി വടുതല നായർ, കുണ്ടുളി എന്ന് പറയും, വടുതല നായരുടെ കുറച്ചങ്ങോട്ട് മാറി രചകൻ്റെ വീടാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കുട്ടിമാളു അമ്മയെന്ന് പറഞ്ഞൊരു അമ്മയാണ് ഇപ്പോൾ ഉള്ളത്. ആ രചകൻ്റെ വീട് തുടങ്ങി ഈ 12 ഇല്ലങ്ങളിൽ നമ്മൾ കയറി. അപ്പോൾ അവരൊക്കെ വളരെ താല്പര്യത്തോടു കൂടി ഇത് നമ്മളെ സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ് അന്നുണ്ടായത്. അങ്ങനെയായപ്പോൾ ഈ പന്തിരുകുലത്തെക്കുറിച്ച് തന്നെ ഗവേഷണം നടത്തിയ ഒരു ചരിത്ര ഗവേഷകനുണ്ട്, ഡോക്ടർ രാജൻ ചുങ്കത്ത് എന്ന് പറയും. അദ്ദേഹത്തെ കാണാനിടയായി. അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞു, ആഴുവാഞ്ചേരി തമ്പ്രാക്കളെ ഒന്ന് കാണും എന്നത്. അപ്പം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഈ ഭാരതപ്പുഴയുടെ അപ്പുറത്ത് തന്നെയാണ് ആഴുവാഞ്ചേരി മന, മലപ്പുറമാണ് ഡിസ്ട്രിക്റ്റ്. അവിടെ ചെന്നു. രാവിലെ അന്ന് വലിയരാമൻ തമ്പ്രാക്കളുണ്ട്. അദ്ദേഹം രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞ് പഞ്ചവടിയിൽ ഇങ്ങനെ നിൽക്കുക, ഒറ്റത്തോർത്താണ് ഉടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്നു. ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചു. ഞാൻ ആ പടിയിലോട്ട് കയറി നിന്ന് നമുക്ക് ഇതിൻ്റെ അനുഭവം, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. 10-15 വർഷം മുമ്പാണ്. അത് ഈ വീട്ടിൽ നിൽക്കുന്ന സമയമല്ല, പുറത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്, ഈ ഒരു സാഹചര്യമാണ്. ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിട്ട് എന്നെ ഒന്നുകൂടി ഇങ്ങനെ ജിജ്ഞാസയോടുകൂടി നോക്കിയിട്ട് ഈ വലിയരാമൻ തമ്പ്രാക്കൾ നടന്ന പടിക്കലേക്ക് വന്ന് എന്നെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരാണ് എൻ്റെ ഈ തോളിൽ വീഴുന്നത്. എന്താണെന്നറിയാതെ ഞാനിങ്ങനെ വളരെ വിസ്മയസ്തബ്ധനായിട്ട് നിൽക്കുന്ന സമയത്ത് പുറകോട്ട് നടന്ന് ചാരുകസേരയിലേക്ക് ഇരുന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഈ പുരുഷ ജന്മം സബലീകൃതമായി. ഞങ്ങളെല്ലാവരും കയറി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കഥയാണ്, സ്വാമിജി, ആഴുവാഞ്ചേരി തമ്പ്രാക്കളെ തമ്പ്രാക്കളാക്കിയത് പന്തിരുകുലത്തിലെ പാക്കനാരാണ്. അതിന് നിദാനമായി പറയുന്ന കഥയെന്ന് പറയുന്നത് ഏതോ ഇല്ലത്തിലെ പൂജ കഴിഞ്ഞ് ട്രാവൻകൂർ കൊട്ടാരമാണെന്ന് പറയുന്നു. ദക്ഷിണയോടൊപ്പം പാരിതോഷികമായി കൊടുത്തത് ഒരു സ്വർണ്ണ പശുവിനെയാണ്. ആ സ്വർണ്ണ പശുവിനെ ശിഷ്യന്മാരെടുത്തുകൊണ്ട് തമ്പ്രാക്കൾ മുമ്പേയും ശിഷ്യന്മാർ പിറകെയുമായിട്ട് ഇല്ലത്തേക്ക് വരുന്ന വഴി ഭാരതപ്പുഴയുടെ തീരത്ത് നിന്നുകൊണ്ട് പാക്കനാർ, ഇതക്കരെ ഇക്കരെ, ഈ പാക്കനാർ ചോദിച്ചു, ചത്ത പശുവിനെ ഞങ്ങൾക്കുള്ളതല്ലേ, തമ്പ്രാൻ ഇതിവിടെ കൊണ്ടുപോകാം എന്ന്. അപ്പോൾ അന്നത്തെ തമ്പ്രാക്കൾ ഇത് കളിയാക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇത് ചത്തതല്ലടാ, ഇതിന് ജീവനുണ്ട് എന്ന് പറഞ്ഞു. പാക്കനാർ അടുത്ത ചോദ്യം പറഞ്ഞു, എന്നാൽ പിന്നെ ഇതിനാ ചുമന്നുകൊണ്ട് പോകുന്നേ, നടത്തിക്കൊണ്ട് പോയിക്കാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നിന്ന് ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞു, താത്തു വെക്കൂ എന്ന്. എന്നിട്ട് ഒരു പിടി പുല്ല് അവിടെ നിന്ന് പറിച്ച് നെഞ്ചോട് ചേർത്തൊന്ന് ഉപാസിച്ചിട്ട് ഈ സ്വർണ്ണ പശുവിൻ്റെ മുഖത്തിങ്ങനെ ഒന്ന് ചലിപ്പിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ മനയ്ക്കലേക്ക് നടന്നു. സ്വർണ്ണ പശു നടന്ന് മനയ്ക്കലെത്തി. ഇതാണ് കഥ. തമ്പ്രാൻ എന്നോട് നേരിട്ട് ചോദിക്കുകയാണ്, സ്വാമിജി, സ്വർണ്ണ പശുവാണ് നടന്നു വരുന്നത്, കശാപ്പുകാർക്ക് കൊടുക്കാൻ പറ്റുമോ, തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ, എന്താ ചെയ്യുക? അങ്ങനെ ഒരു ധർമ്മ പ്രതിസന്ധിയിലായി ദൈവജ്ഞന്മാരെ വരുത്തി, 1500 വർഷം മുമ്പാണ് ദൈവജ്ഞന്മാരെ വരുത്തി. അന്ന് ഇന്ന് ആഴുവാഞ്ചേരി മന നിൽക്കുന്നിടത്ത് അന്നല്ല, കുറച്ചുകൂടി അങ്ങോട്ട് മാറിയ 3 ദിവസത്തെ പ്രശ്നചിന്ത നടത്തി. 3-ാം ദിവസം പരിഹാരം നിശ്ചയിച്ചു. തെക്കേ കോലായിൽ വിധിയാം വണ്ണം സംസ്കരിക്കുകയായി.
അന്ന് പറഞ്ഞ വാക്കാണ്, കാലമാകുമ്പോൾ ഭൂമിയിൽ സനാതന ക്ഷേത്രം പണിയുവാൻ പാക്കനാരുടെ പരമ്പരയിൽ നിന്നൊരു സന്തതി ഈ സത്യം തേടി ഈ മണ്ണിൽ വരും. നീ വേണ്ടുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം. എൻ്റെ ഇത് ഓരോ പരമ്പരയിലും പറഞ്ഞ് എൻ്റെ ഈ കാലത്താണല്ലോ മോൻ വന്നത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ കെട്ടിപ്പിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കണ്ണുനീർ തുള്ളി എൻ്റെ ഈ ദേഹത്ത് പതിച്ചത്. ഞാൻ വലിയ ഒരു ഏത് ലോകത്താണ് നിൽക്കുന്നതെന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇത്രയും വലിയൊരു നിയോഗം എന്നിലുണ്ടോ? ബാക്കിയുള്ള എല്ലാ മനസ്സിൻ്റെ ഇണ്ടലും ഒഴുകിപ്പോയ ഒരു സമയം. അവിടം തൊട്ട് അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, തളരരുത്, തകരരുത്, ഇത് കാലത്തിൻ്റെ നിയോഗമാണ്, ഇത് ഭൂമിയിൽ സ്ഥാപിതമാകണം എന്ന് പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചു. പിന്നെ കാര്യങ്ങൾ അതിൻ്റെ ഒരു ക്രമപ്രകാരം നടക്കുകയാണ്. ഇതൊന്നും നടത്തിയെടുക്കാനായിട്ട് നമ്മൾ വീട്ടിൽ പോലും കയറാത്ത ഒരു അവസ്ഥയിൽ ഇത്രയും വലിയൊരു കാര്യം ഈ 12 ജ്യോതിസ് അവിടുന്ന് പകർന്ന് രഥയാത്രയായി കൊണ്ടുവരണം, അത് ഉച്ചിറയിൽ എത്തിക്കണം, അവിടെ നിന്ന് അത് യുഗവ്യവസ്ഥ പ്രകാരം സമന്വയിക്കണം, മഹാജ്യോതിയായിട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം. ഇതിനൊന്നും നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയില്ല. ആ സമയത്താണ് കൂന്നിയൂർ PK, ഇപ്പം അദ്ദേഹം ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം സാംബവ മഹാസഭയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ NSSനെ കണ്ടു, SNDPയെ കണ്ടു. ഇവരെല്ലാം ഇത് കേട്ടതല്ലാതെ അവർക്കൊന്നും സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പോൾ ഈ കൂന്നിയൂർ PK എന്നോട് പറഞ്ഞു, കുമ്മനം രാജശേഖരൻ സാറിനെ ഒന്ന് കാണും, അല്ലാതെ നമുക്കാർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല സ്വാമിജിയും. അങ്ങനെ ഇപ്പോൾ ഈ കുമ്മനത്തിനെ നേരിട്ട് നമുക്കൊരു ബന്ധവും വന്നില്ല. അങ്ങനെ ആ ഒരു ബന്ധത്തിന് വേണ്ടി കോട്ടയത്തുള്ള തിരുവാർപ്പ് പരമേശ്വരൻ നായർ സാർ എന്ന് പറയുന്ന ഒരു കക്ഷിയെ ബന്ധമുള്ള ഒരാളിനെ എനിക്കറിയാം. അങ്ങനെ ഈ തിരുവാർപ്പ് പരമേശ്വരൻ നായർ സാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ അഡ്വക്കേറ്റ് രാജേഷ്, അന്ന് ഹിന്ദുഐക്യവേദിയുടെ ഭാരവാഹി, ഈ രാജേഷ് മുഖേന കുമ്മനത്തിനെ കോട്ടയം തിരുനക്കര കാര്യാലയത്തിൽ വെച്ച് കണ്ടു. അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ മുഖാമുഖം ഇരുന്ന് ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ എഴുന്നേറ്റ് വന്ന് എന്നെ ഒന്ന് തൊട്ട് വണങ്ങിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുമ്മനം സാർ പറഞ്ഞത്, ദൈവനിയോഗമാണെങ്കിൽ ഇത് നടക്കും, സ്വാമി ധൈര്യമായിട്ട് പോയിക്കൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ചർച്ച നടന്നു. ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. ഇത് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ജ്യോതിഷ സഭയുടെ പ്രമുഖരായ ആളുകളുടെ മുമ്പിലേക്ക് എന്നെയും കൊണ്ട് ഹിന്ദുഐക്യവേദിയുടെ ഭാരവാഹികൾ പോയി. അങ്ങനെ പ്രശ്നചിന്ത നടത്തി. അപ്പോൾ അങ്ങനെ അന്നത്തെ അതിൻ്റെ സെക്രട്ടറി രഘുനാഥപ്പണിക്കർ എന്ന് പറയുന്ന ഒരു ജ്യോതിഷ ശ്രേഷ്ഠനാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞു, ഇത് ദൈവനിയോഗമാണ്, ഇത് നടത്തി കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രതിസന്ധിയിൽ ഇടപെട്ടുകൊണ്ട് അതിന് അവസാനം ഒരു വാക്കായി പറഞ്ഞത് നമ്മുടെ പരമേശ്വർജി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു സംശയ നിവാരണവുമായി ബന്ധപ്പെട്ട് പുത്തൂർ M. രാധാകൃഷ്ണൻ സാർ ഉൾപ്പെടെ ചെന്നപ്പോൾ ഈ പരമേശ്വർജി പറഞ്ഞു, ഇത് കാലത്തിൻ്റെ അനിവാര്യതയാണ്, സനാതനധർമ്മത്തിൻ്റെ സമ്പൂർണതയായിട്ട് മനുഷ്യ വിഭാഗങ്ങളെ നമ്മുടെ ഏകീകരണത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ തത്വമാണ്, ഇത് നടക്കണം എന്ന് പറഞ്ഞു. അത്തരത്തിൽ പിന്നെ കാര്യങ്ങൾ അങ്ങ് നടക്കുക. അത് മൂവാറ്റുപുഴയാണ് ഇതിൻ്റെ രഥം തയ്യാറായത്. അങ്ങനെ 2010 പാലക്കാട് തൃത്താലയിൽ വെച്ച് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടാണ് ഈ രഥയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം ചെറിയൊരു രഥത്തിൽ വിവിധ ഇല്ലങ്ങളിൽ നിന്ന് ഈ ജ്യോതിസ് ശേഖരിച്ച് പ്രധാന രഥത്തിലേക്ക് കൈമാറി അവിടെ നിന്ന് പ്രയാണം ആരംഭിക്കുക. അതൊരു ജനുവരി 31, 2010. അന്ന് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹാകവി അക്കിത്തം പറഞ്ഞതാണ്, ഭാവിയിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾ പോലും ഭാരതത്തിലെത്തി, കേരളത്തിലെത്തി, കായംകുളം കരിമുളക്കിലെത്തി ഈ ജ്യോതി കണ്ടു വണങ്ങും. കാരണം എല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ എന്ന് പറയുമ്പോൾ ഒരമ്മ പെറ്റ മക്കളാകുന്ന പൈതൃകം ധർമാചരണത്തിൻ്റെ മാർഗദീപമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ജ്യോതി കാണാതെ എന്തൈക്യം എന്നാണ് ചോദിച്ചത്. അത്തരത്തിൽ പിന്നെ ആ പ്രയാണം 1-ാം ദിവസം കൊടുങ്ങല്ലൂർ, അങ്ങനെ 2-ാം ദിവസം കോട്ടയം, അങ്ങനെ 4-ാം ദിവസം ഓച്ചിറയെത്തി.
ഓച്ചിറ എത്തിയപ്പോൾ നന്ദികേശൻ ഉൾപ്പെടെ വന്ന് സ്വാമിയെയും രഥത്തെയും സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് വഴിവക്കിൽ വന്ന് രാജഗോപാൽ സാർ വള്ളിക്കാവിൽ വന്ന് ഇതറിഞ്ഞിട്ട് ഇത് കാണുന്നതിന് വേണ്ടി വഴി സൈഡിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഈ ഭാരവാഹികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്കന്ന് അറിയില്ല. അപ്പോൾ സാർ എന്താ ഇവിടെ, അത് പത്രവാർത്ത കണ്ടുകൊണ്ട് ഞാൻ വന്നതാണ്. അങ്ങനെ അവരെന്നെ സാറിനെ പിടിച്ച് എൻ്റെ കൂടെ നിർത്തി ഞങ്ങൾ ഒരുമിച്ച് വേദിയിലേക്ക് ചെന്ന് അന്നാണ് രാജഗോപാൽ സാറുമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്. അത്തരത്തിൽ പരമേശ്വർജിയുടെ സാന്നിധ്യത്തിൽ ആചാര്യ നരേന്ദ്രഭൂഷൻ്റെ കാർമ്മികത്വത്തിൽ യുഗവ്യവസ്ഥ പ്രകാരം ഈ 12 ജ്യോതിസും ഓച്ചിറയിൽ വെച്ച് സമന്വയിച്ചു. അവിടെ നിന്നും സ്വീകരിച്ച് സ്വീകരണ ഘോഷയാത്രയായിട്ട് ഇവിടെ എത്തിച്ച് നമ്മുടെ പന്തിരുകുല ഗുരുശ്രേഷ്ഠനായ അകവൂർ ചാത്തൻ വളർന്ന ഇല്ലമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം. 12 ദിവസത്തെ നടതുറപ്പ് മഹോത്സവം നടക്കുന്ന എറണാകുളം. ആ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയും അവിടുത്തെ മുതിർന്ന അംഗവുമായ ശ്രീ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട് സഹകാർമ്മികത്വവും സ്വാമി പ്രതിഷ്ഠാ ചടങ്ങ് ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ ഒരു പ്രതിഷ്ഠയാണ് മഹാജ്യോതി പ്രതിഷ്ഠ. അന്ന് മുതൽ ഇപ്പം 16ാമത്തെ വർഷമാണ് ഈ വർഷം. ഇതിൻ്റെ ആരാധന നടക്കുന്ന ഇത് ബാലാലയത്തിലാണ് ക്ഷേത്രം. ഇനിയും ഇത് മഹാക്ഷേത്രമായിട്ട് മാറേണ്ടുന്നതുണ്ട്. പക്ഷേ ക്ഷേത്രം മാത്രം പോരാ, നമുക്ക് അതിനെ ഈ സമൂഹത്തിലേക്ക്, മനുഷ്യഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് അത്ഭുതത്തിൻ്റെ രീതിയിലല്ല, ജീവിതത്തെ അനുഗ്രഹമാക്കുന്ന രീതിയിൽ വേണം. അത്തരത്തിൽ ആശ്രമ വ്യവസ്ഥയിലേക്ക് ഇത് മാറണം. അവിടെ സ്നേഹം, സാഹോദര്യം, സഹവർത്തിത്വം, സമാധാനം, ഐശ്വര്യം, അനുഗ്രഹം, ജീവിത വിജയം, ആത്മസാക്ഷാത്കാരം, ഈ ക്രമത്തിന് ഒരു മനുഷ്യ ജീവിതത്തെ ക്രമപ്പെടുത്തി ഭൗതികവും ആത്മീയവുമാകുന്ന തരത്തിലേക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അത് ധർമാചാര്യന്മാരുമായിട്ടൊക്കെ ആലോചിച്ച് അത്തരത്തിലുള്ള ഒരു ആത്മീയ പന്താവ് ഇതിൻ്റെ പേരിൽ രൂപപ്പെടണമെന്നുള്ളതാണ് ആത്യന്തികമായ സ്വാമിയുടെ ആഗ്രഹം. ഇപ്പോൾ ഇവിടേക്ക് വന്ന, അതായത് ജസ്റ്റിസ് പരിപൂർണൻ എന്നോട് പറഞ്ഞത്, എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് എന്നോട് പറഞ്ഞത്, 20,000 വർഷത്തിന് മുമ്പ് സ്വാമി ഇവിടെ 3 ശാഖകളെ ഉണ്ടായിരുന്നു. ഒന്ന് അഗ്നിശാഖ, ഒന്ന് ശക്തിശാഖ, ഒന്ന് വരുണശാഖ. ഇതിന് സിംബോളിക്കായിട്ട് 3 ചിഹ്നമാണ്. അഗ്നിശാഖയെ കുറിക്കുന്ന ചിഹ്നം മുകളിലേക്ക് തൊടുന്ന കുറി, ശക്തിശാഖയെ കുറിക്കുന്ന ചിഹ്നം നമ്മൾ പുരികമധ്യത്തിൽ തൊടുന്ന വട്ടക്കുറി, വരുണശാഖയെ കുറിക്കുന്ന ചിഹ്നം നമ്മൾ ത്രിപുണ്ഡ്രമായി തൊടുന്ന കുറി. പിന്നാണ് ഈ ചാതുർവർണ്ണ്യം പോലും ഉണ്ടായത് എന്നാണ് ജസ്റ്റിസ് പരിപൂർണൻ സാർ എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ഞാനും കൂടി ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞത്, ഇതൊരു ആധ്യാത്മിക രംഗത്ത് വിപ്ലവാത്മകമായ നീക്കമാണല്ലോ സ്വാമി, എന്തായാലും മുന്നോട്ട് പോകൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ശൃംഗേരിയിൽ കഴിഞ്ഞപ്പോൾ ഉത്തിരാടം തിരുനാൾ എന്നെ കാണാൻ വേണ്ടി ശൃംഗേരിയിൽ വന്നു. അദ്ദേഹം ഫ്ലൈറ്റിന് മംഗലാപുരത്ത് ഇറങ്ങി ശൃംഗേരിയിൽ വന്ന് കസേരയിൽ എടുത്തുകൊണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ശർമാജി, എനിക്ക് 92 വയസ്സായി, ഞാൻ മരണത്തെ വരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങ് ദീക്ഷ സ്വീകരിച്ച് കേരളത്തിലേക്ക് വരുന്നത് വരെ എനിക്ക് ജീവനോടിരിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങേ ഇങ്ങോട്ട് വന്ന് ഞാൻ കാണുകയാണെന്നാണ് ഉത്തിരാടം തിരുനാൾ പറഞ്ഞത്. പിന്നെ ഒരു 2.5 മാസം കൂടിയേ തമ്പുരാൻ ജീവിച്ചിരുന്നുള്ളൂ. അത്തരത്തിൽ മനുഷ്യകുലത്തിന്, അതായത് വിവിധ കുലങ്ങളായി, ഗോത്രങ്ങളായി, വിഭാഗങ്ങളായി തീർന്ന ഈ മനുഷ്യകുലത്തിന് ആ സാഹോദര്യത്തിൻ്റെ ഉണ്മയിലൂടെ ഏകത്വം എന്ന് പറയുന്ന ബോധത്തിലേക്ക് ആബാലവൃദ്ധം ജനങ്ങളെയും നയിക്കുന്ന ആത്മജ്ഞാനത്തിൻ്റെ ജ്യോതിസായിട്ട് മഹാജ്യോതിസ് മാറണം. അത് നിത്യജീവിതത്തിൽ നമ്മുടെ ബോധ മനസ്സ് ആ തരത്തിൽ പ്രകാശിക്കുമ്പോഴാണ് മറ്റുള്ളവരോട് സഹവർത്തിത്വത്തിൽ പെരുമാറുവാൻ നമുക്ക് പറ്റുന്നത്. അത്തരത്തിലുള്ള 3 ആപ്തവാക്യങ്ങളാണ് ഈ പന്തിരുകുലത്തെ കടഞ്ഞെടുത്തുകൊണ്ട് സ്വാമിയുടെ ഉള്ളിൽ ഉദയമായത്. അതൊന്ന്, കുലമേതായാലും സഹോദരരാണ് നമ്മൾ. അതുപോലെ നല്ലവരാകാനും നന്മകൾ ചെയ്യുവാനും ഇല്ല ജാതി, മത, കാല, ദേശഭേദം. 3-മത്തത് സാഹോദര്യത്തിലൂടെ സമത്വം, ആരാധനയിലൂടെ ആത്മസാക്ഷാത്കാരം.
ഈ 3 ആപ്തവാക്യങ്ങളാണ് ഇതിൻ്റെ സാമൂഹിക പ്രസക്തിയും ആധ്യാത്മിക അടിത്തറയുമായിട്ട് സമൂഹ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു തലം കാലത്തിൻ്റെ അനിവാര്യതയും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയുമാണെന്നാണ് നമ്മളോട് ഇത് ബോധ്യപ്പെട്ടവരെല്ലാം പങ്കുവെച്ചിട്ടുള്ള ഒരു അനുഭവം. അത്തരത്തിൽ വ്യക്തമായ ധാരണയോടുകൂടി നമ്മുടെ വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞ വേദവിധി പ്രകാരം ശാസ്ത്രീയമായി ഉപദേശിച്ചു എന്ന് പറയുന്ന നമ്മുടെ ആചാര്യന്മാർ പറയുന്ന വർണ്ണവ്യവസ്ഥ ദുഷിച്ച ജാതി വ്യവസ്ഥയായിട്ട് പരിണമിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നതായ ആ വിഭാഗീയത പരിഹരിക്കുവാൻ ഒരേ ഉദരബന്ധത്തിൻ്റെ ഉണ്മയെ കൊണ്ടല്ലാതെ സമൂഹത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ ഇപ്പോഴും ഒരു ധർമ്മ ദുഃഖമായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്നത്, അവർ ബോധ്യപ്പെടുന്നത്, പങ്കുവെക്കുന്നത്. അതിനുള്ള ഒരു പരിഹാരമായിരിക്കാം ഈ പന്തിരുകുലമെന്ന് പറയുന്നത്. ഏകസ്മിൻ പാത്രേ ഹലു ജാതാസ്തേ സുപുത്രാ സതു പഞ്ചമകുലേ മാതാ പിതാജ ദിജോത്തമ വിവിധ ഗോത്രീഷു അധപൂഷിത തഥാ അഭിതേ സോദര സമഭാവ സ്നേഹേനൈവ ജീവയത്. ഇതൊരു സംസ്കൃത പണ്ഡിതൻ പന്തിരുകുലത്തെക്കുറിച്ച് എഴുതിയ ഒരു ശ്ലോകമാണ്. അതായത് ഒറ്റ ഗർഭപാത്രത്തിൽ, അതായത് നീചകുലത്തിൽ പിറന്നു എന്ന് പറയപ്പെടുന്ന ഈ പഞ്ചമി മാതാവിന് ശ്രേഷ്ഠകുലത്തിൽ പിറന്നു എന്ന് പറയപ്പെടുന്ന വരരുചിക്കുമുണ്ടായ ഈ 12 മക്കൾ വിവിധ കുലങ്ങളിലും ഗോത്രങ്ങളുമായി വളർന്നു. അവർ ആ ഉണ്മയെ തിരിച്ചറിഞ്ഞു, സമൂഹത്തിൽ ഒറ്റ സത്തയായി ജീവിച്ചു എന്നാണ് ഇതിൻ്റെ ആത്യന്തികമായ അർത്ഥം. അപ്പം നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്ന, നമ്മുടെ ധർമ്മശാസ്ത്രത്തിൻ്റേതായ പൊരുൾ അത് നമ്മൾ വേദപഠനകാലത്ത് അവിടെ ചൊല്ലുന്ന ഒരു രീതിയുണ്ട്. എന്താ? പ്രഭു സംഹിത, സുഹൃത് സംഹിത, കാന്ത സംഹിത എന്നുള്ള ഒരു 3 കാര്യങ്ങൾ പറയും. അതിൽ വേദം പറയുന്നത് ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ അനുവർത്തിക്കൂ. അത് ഒരു ആജ്ഞയുടെ തലത്തിലാകുമ്പോൾ അതിന് പ്രഭു സംഹിത എന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഉപനിഷത്ത് കഴിഞ്ഞിട്ട് മഹാകാവ്യമൊക്കെ വരുന്നുടനെ അതൊരു നമുക്ക് സുഹൃത്ത് നമ്മളോട് പറയും പോലെ ഒന്നുകൂടെ ഡൈല്യൂട്ടായി പറയുന്നത് കൊണ്ട് അതിനെ സുഹൃത്ത് സംഹിത എന്നും, അതിനെ ഒന്ന് ഭാര്യ ഭർത്താവിനോട് പറയും പോലെ, ഭർത്താവ് ഭാര്യയോട് പറയും പോലെ നമുക്കൊന്നുകൂടെ ലളിതമാക്കി തരുന്നത് പുരാണങ്ങളുമൊക്കെ ആയിട്ടായതുകൊണ്ട് അതിനെ കാന്തസംഹിത എന്നും പറയും. ഇത്തരത്തിലുള്ളതാകുന്ന ഈ വേദാന്ത തത്വങ്ങൾ മനസ്സിലാകാൻ വേണ്ടി മനുഷ്യ മനസ്സിലേക്ക് ജീവിതത്തെ തീർത്ഥയാത്രയായിട്ടെടുത്തുകൊണ്ട് ഒരു ജീവിത സമ്പൂർണതയിലേക്ക്, സമ്പന്നതയിലേക്ക് ഓരോ വ്യക്തിയും സംസ്കരിച്ച് പരിവർത്തനപ്പെട്ട് അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളിനെ കുടിലിൽ നിന്നെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ട് നമ്മൾ കിടത്തുമ്പോൾ അദ്ദേഹം ഉണരാത്തിടത്തോളം അദ്ദേഹം അറിയുന്നില്ല അദ്ദേഹം കൊട്ടാരത്തിലെത്തി. പക്ഷേ അദ്ദേഹം അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാറ്റം സംഭവിക്കാതിരിക്കുന്നില്ല. ഇത്തരത്തിൽ ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക്, ഭൂമിയിലേക്കൊരു വിത്ത് നമ്മൾ നിക്ഷേപിച്ച് അതവിടുന്ന് മുളച്ച് അത് ചെടിയായി വളർന്ന് അത് മരമായി തീർന്ന് അത് ശാഖോപശാഖകളായി അത് ഫലപ്രാപ്തിയിലെത്തുമ്പോഴേ അത് പൂർണ്ണതയാകുകയുള്ളൂ. ഒരു മനുഷ്യ മനസ്സിലേക്ക് ഒരു മന്ത്രദീക്ഷ, ഒരു മന്ത്രോപദേശം കിട്ടി അത് പാകപ്പെട്ട് അത് പരിപക്വപ്പെട്ട് പൂർണ്ണതയാകുക എന്ന് പറയുന്നത് നിരന്തരമായ ഉപാസനയുടെ ഭാഗമായിട്ടേ നടക്കും. ആ തലം മനുഷ്യ മനസ്സിൽ എത്തുമ്പോൾ അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഈ തരത്തിൽ, അതായത് വേദതത്വങ്ങളെ ജീവിതാനുഭവത്തിൻ്റെ പൈതൃകമായിട്ട് ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ദിവ്യാൌഷധമാകുന്ന മന്ത്രമായിട്ടാണ് പന്തിരുകുല പൈതൃകം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അഗ്നിഹോത്രി, രചകൻ ഉളിയന്നൂർ തച്ചൻ, വള്ളൂൺ, വായില്ലാക്കുന്നിലപ്പൻ, വടുതലമരുവും നായർ, കാരയ്ക്കൽ മാതാ, ചെമ്മേ കേളുപ്പുകൂറ്റൻ, പെരിയ തിരുവരങ്കത്തിഴും പണനാര്, നേരേ നാരായണത്തു തമ്പുരാൻ, ഉടനകൂർ ചാത്തനും പാക്കനാരും എന്നാണ് 12 കുലഗുരുക്കന്മാർ. അവർ ഈ ജനിച്ചപ്പം അമ്മയുടെ മുലപ്പാൽ കുടിച്ചവരല്ല.
അതിൻ്റെ കഥ എന്തുവാകട്ടെ, അതിൻ്റെ കാമ്പ് എന്ന് പറയുന്നത് ജനിച്ചപ്പോൾ തന്നെ മനുഷ്യരാശിക്ക് വേണ്ടി ഈ ലോകമാകുന്ന തറവാട്ടിലേക്ക് സമർപ്പിക്കപ്പെട്ട കുലഗുരുക്കന്മാരായിട്ടാണ് അവരുടെ ജന്മത്തെ നമ്മൾ ബോധ്യപ്പെടുക. അങ്ങനെ ഇവിടെ നിലനിന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് അവർ വളർന്നു. ബ്രാഹ്മണനായി വളർന്നു, ക്ഷത്രിയനായി വളർന്നു, അതുപോലെ വൈശ്യനായി, ശൂദ്രനായി, പഞ്ചമകുലക്കാരനായി അവർ വളർന്നു. ആ വളർന്ന് അവർ ആ സത്യ തത്വത്തെ ബോധ്യപ്പെട്ട് അവരൊരമ്മ പെറ്റ മക്കളാണെന്നുള്ളതാകുന്ന ആ ബോധ്യം ഭാരതത്തിൻ്റെ മണ്ണിൽ, ഇത് ഉജ്ജയിനിയിലാണ് വരരുചി എന്ന് പറയുന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ആ വിക്രമാദിത്യൻ്റെ രാജസദസ്സിലെ പ്രധാന ആളാണ്, നവരത്നങ്ങളിൽ ഒരാളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ വരരുചി അവിടെയായിരിക്കെ കേരളത്തിൽ ആണ് പന്തിരുകുലത്തിൻ്റെ പ്രസക്തി അത്തരത്തിൽ പൂർണ്ണമാകുന്നത്. ഇതിന് തത്തുല്യമായൊരു കഥ തമിഴ്നാട്ടിലുണ്ട്. ആദി എന്ന് പറയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന് ഒരു നീചകുലത്തിൽ, പഴയകുലത്തിൽ പിറന്ന 7 മക്കളെന്നാണ് തമിഴ്നാട്ടിലെ കഥ എന്ന് പറയും. അപ്പോൾ ഈ പന്തിരുകുലത്തിൻ്റെ കഥ, അന്ന് തമിഴ്നാടും കേരളവും ഒന്നും വ്യത്യസ്തമല്ലല്ലോ. അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എടുക്കുകയാണെങ്കിൽ ഇത് 3 ഇതിന് വേരുകളുണ്ട്. ഇവിടെ ഓച്ചിറ വരുന്ന ആകവൂർ ചാത്തനെ നമ്മൾ കാണുന്നു. എറണാകുളത്താണ് 2 ഇല്ലങ്ങൾ, ഒന്ന് പുളിയന്നൂർ പെരുന്തച്ചൻ്റെ ഇല്ലവും തിരുവൈരാണിക്കുളം ക്ഷേത്രം ആകവൂർ ചാത്തൻ്റെ ഇല്ലവും അവിടെയാണ്. ആ തരത്തിൽ ഈ ദേശീയത പറയുകയാണെങ്കിൽ ഇത് വടക്കേന്ത്യയിലും ഇവിടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ശങ്കരാചാര്യ സ്വാമികൾ 4 മഠം സ്ഥാപിച്ചു എന്ന് പറയുന്ന പോലെ ഈ പന്തിരുകുലത്തിൻ്റെ വേരുകൾ ഭാരതത്തിൽ മൊത്തമാണ്. അപ്പം ഈശ്വരൻ ഈച്ചയും പൂച്ചയും പുഴുവിനെയും ഉറുമ്പിനെയും ഉരകത്തെയും ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷം വിശേഷ ബുദ്ധിയോടൊത്തു മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ആയിട്ട് അവർ കുലവും ജാതിയും വർണ്ണവും ഗോത്രവും സൃഷ്ടിച്ചു. മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങി. ആ അവനവനിലേക്ക് ചുരുങ്ങിയത് കൊണ്ട് സ്വാർത്ഥതയുടെ, മായയുടേതാകുന്ന ആ പിടിയിലകപ്പെട്ടു. ആ മായയെ വെടിഞ്ഞുകൊണ്ട്, ആ സ്വാർത്ഥതയെ വെടിഞ്ഞുകൊണ്ട് വിശ്വവിശാലതയിലേക്ക് പോകുവാൻ അന്യഥാബോധം വിട്ട്, അതവരുടെയാണ് NSS രൂപീകരണ സമയത്ത് മന്നത്താചാര്യൻ പറയുകയുണ്ടായി, നായന്മാർ നമ്പൂതിരിമാരെക്കാളും താഴെയല്ല, അതുപോലെ പുലയന്മാരെക്കാളും മുകളിലുമല്ല. ഈ ഒരു ബോധം മതമായി തീരുമ്പം നമുക്ക് സർവശ്രേഷ്ഠമായ ഉന്നതിയിലേക്ക് പോകാൻ പറ്റുമെന്ന് എന്നാണ് അന്ന് മന്നത്താചാര്യൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ധർമ്മഗുരുക്കന്മാരും ആചാര്യന്മാരും ഒക്കെ ഈ വീക്ഷണത്തിൽ പ്രവർത്തിച്ചവരാണ്. ആ അന്യഥാബോധം ഇന്നും നമ്മൾ നിൽക്കുക. അത് ബ്രാഹ്മണൻ്റെ സംഘടനയാണ്, ഇത് പട്ടികജാതിക്കാരൻ്റെ സംഘടനയാണ്, അത് മറ്റൊരാളുടെ സംഘടനയാണ്. ഇത്തരത്തിൽ നമ്മളുടെ ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, പഞ്ചമ വിഭാഗങ്ങൾ അന്യതാബോധം വിട്ട് എൻ്റെതെന്ന് ബ്രാഹ്മണൻ പറയുന്ന, അന്യതാബോധം വിട്ട് എൻ്റെതെന്ന് ക്ഷത്രിയൻ പറയുന്ന, അന്യതാബോധം വിട്ട് എൻ്റെതെന്ന് വൈശ്യൻ പറയുന്ന, അന്യതാബോധം വിട്ട് എൻ്റെതെന്ന് ശൂദ്രൻ പറയുന്ന, അന്യതാബോധം വിട്ട് എൻ്റേതെന്ന് പഞ്ചമൻ പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു അടിത്തറയാണ് പന്തിരുകുലത്തിൻ്റെ ബേസിക്. അത് കാലമേറ്റെടുക്കേണ്ടുന്ന ഒരു ധർമ്മ പ്രവർത്തനമാണ് എന്നാണ് എനിക്ക് സമൂഹത്തോട് പറയുവാനുള്ളത്. ഇപ്പം 16ാമത് വാർഷിക മഹോത്സവം നടക്കുകയാണ് ഫെബ്രുവരി 4 മുതൽ 8 വരെ. അതിൽ ഉത്സവത്തിന് ഇവിടെ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും ശ്രീ ക്ഷേത്രഗിരി സിദ്ധഗിരി ആശ്രമത്തിൻ്റെ മഠാധിപതി ശ്രീ അദൃശ്യകാട് സിദ്ധേശ്വര മഹാരാജ് സ്വാമികളാണ്. 1300 വർഷത്തിന് മുമ്പ് സ്ഥാപിതമായ മഠമാണ്, വളരെ പ്രഗത്ഭമായ മഠമാണ്. അദ്ദേഹം 3-ാം തീയതി ഫ്ലൈറ്റിന് തിരുവനന്തപുരത്ത് ഇറങ്ങുന്നു. 4-ാം തീയതി രാവിലെ കാർ മാർഗം ഇവിടെ വരുന്നു. പക്ഷേ ഇവിടെ തന്നെ സ്ഥലപരിമിതി കുറവായതുകൊണ്ട് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അതിൻ്റെ ആധ്യാത്മിക സമ്മേളനമൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ജപവും പിന്നെ ആശ്രമ ചിട്ടകളും, പിന്നെ 8-ാം ദിവസം, അതായത് 5-ാം ദിവസം 8-ാം തീയതി ശ്രീരുദ്രത്തോടുകൂടി താമ്പൂല സമർപ്പണത്തോടുകൂടി അവിടെ ഈ ഉത്സവത്തിൻ്റെ സമർപ്പണം സങ്കല്പം നടത്തുകയും.
അപ്പം ഈ ഒരു സന്ദേശം ലോകത്തോട് പറയുവാൻ നമ്മൾ ഇങ്ങനെ പുറകോട്ട് അതിന് സമയമായില്ല എന്ന് ഉൾവലിഞ്ഞപ്പം നമ്മുടെ ഗുരുജി അവധൂത് പ്രസാദ്ജി അതിപ്പോൾ ഭേദിച്ചിരിക്കുക. അപ്പോൾ ആകയാൽ എന്തായാലും നിങ്ങളുടെ വരവ് മഹാജ്യോതിയുടെ കടാക്ഷവും അനുഗ്രഹവുമാണ്. ഇത് ഇത്രയും അനിവാര്യമായി ഇപ്പം ധൃതി വെച്ച് തിരക്കിട്ട ചില കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ സമയത്താണ് ഇങ്ങനെ ബാലുവും ഗുരുജിയും എല്ലാം ഇവിടെ ഇപ്പോൾ എത്തിയത്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. ഇതിനിയും വിവിധ ഇടങ്ങളിലേക്ക് ഈ ആശയം എത്തേണ്ടതുണ്ട്. ആ ഒരു അതിന് തുടക്കം കുറിക്കുന്ന ഈ ഒരു സംരംഭം എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പൂർണ്ണമാകട്ടെ, അത് അനുഗ്രഹമാകട്ടെ. ഇനിയും നമുക്കൊട്ടേറെ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ഇവിടം തൊട്ട് ആ ഒരു തരത്തിൽ ഇന്നത്തെ ആധുനിക സംവിധാനം അനുസരിച്ച് മനുഷ്യഹൃദയങ്ങളിലേക്ക് ഇത് എത്തിക്കുവാൻ ഇതൊരു നാന്ദി കുറിക്കട്ടെ. നിങ്ങൾക്ക് ആ അനുഗ്രഹം ഭഗവാനിൽ നിന്നുണ്ടായി. നിങ്ങളുടെ ആ അനുഗ്രഹത്തിനോടൊപ്പമുള്ള പ്രവൃത്തി സ്വാമിക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി മഹാജ്യോതി തന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ സമർപ്പിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഇതൊരു ക്ഷേത്ര സങ്കല്പത്തിന്റെ രീതിയിലാണ് അങ്ങേക്ക് ദർശനം കിട്ടുന്നതും മുന്നോട്ട് പോയിരുന്നതെല്ലാം. എന്നാൽ ഇപ്പോൾ അങ്ങ് കാലത്തിന്റെ ആ ഒരു നിയോഗം പോലെ ഒരു ആശ്രമ രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ വരികയാണ്. ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള ഒരു വീക്ഷണമാണ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിനെ അങ്ങ് എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുക? അങ്ങയുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? തീർച്ചയായും ക്ഷേത്രം ദർശനത്തിൽ നമ്മൾ കണ്ടത് സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രം സ്ഥാപിതമാകണം എന്നായി. അതുതന്നെയാണ് നമ്മുടെ ചിന്ത. ആധ്യാത്മിക തലത്തിൽ ഭാരതത്തിൽ നമ്മളുടെ ധർമാചാര്യന്മാർ, ധർമ്മഗുരുക്കന്മാർ നമ്മൾക്ക് ഊതിത്തന്നതാകുന്ന ആ സനാതനധർമ്മത്തിൻ്റെ വ്യവസ്ഥയിൽ ക്ഷേത്രമെന്ന് പറയുന്നത് ഒരു ചൂണ്ടുപലക മാത്രം. ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഇടമാണ് ലക്ഷ്യം. അപ്പം ഇതൊരു മാർഗദർശനമായി മാത്രം നിൽക്കുകയും യഥാർത്ഥ തലത്തിലേക്കും തരത്തിലേക്കും നമ്മൾ എത്തേണ്ടതുണ്ട് എന്നുള്ളതാകുന്ന ബോധ്യവുമാണ് ക്ഷേത്രത്തിൽ വഴി ആശ്രമ വ്യവസ്ഥയിലേക്ക് മാറുവാനുള്ള ചിന്ത നമ്മളിൽ ഉദയമായി. ഇപ്പം ഭഗവത്ഗീത പറയുന്നത്, അവിടെ നമ്മളുടെ സാക്ഷാൽ അർജുനൻ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ചാണ്, ഇന്ന് ഹരിയാനയിലാണെന്ന് പറയപ്പെടുന്നു, അവിടെ വെച്ചാണ് ഭഗവാനോട് ചോദിച്ചത്, എന്താണ് ഭഗവാൻ ഈ ക്ഷേത്രം എന്ന്. അതിന് മറുപടി പറയുന്നത്, ശരീരമാണ് ഇതം ശരീരം കൗന്ദേയ
എന്ന് പറയുന്ന ആ ഭാഗത്ത് ആ ക്ഷേത്രജ്ഞ ബന്ധത്തെ അവിടെ വ്യക്തമായി ഉപദേശിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ശുഭാനന്ദ ഗുരുദേവൻ പറയുകയുണ്ടായി, അമ്പലം നമ്മുടെ മൺശരീരമതിൽ പ്രതിഷ്ഠയുള്ളിലുള്ള ആത്മാവ് താൻ 9 വാതിലിൽ അൻപലം സ്ഥാപിച്ചു അമ്പൂറ്റി വാഴുന്ന എൻ്റെ അന്തരംഗി. അപ്പം ആത്മതത്വത്തിൻ്റെ ആ പൂർണ്ണത, ധർമ്മജീവിതത്തിൻ്റെ അനിവാര്യത, ഇത് രണ്ടും മനുഷ്യ ജീവിതത്തിൽ മനസ്സിലാക്കിയാൽ ഇന്നത്തെ സാമൂഹ്യ വിഷയങ്ങളും മനുഷ്യൻ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാകുമെന്നുള്ളതാകുന്ന ഒരു ബോധ്യപ്പെടലാണ്. ഇത് ക്ഷേത്രമായി മാത്രം നിൽക്കരുത്, അത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതുകൂടി ആയിരിക്കണമെന്നുള്ള ചിന്തയാണ് ക്ഷേത്രം ആശ്രമത്തിലേക്ക് കൂടി എത്തപ്പെടുന്ന തലത്തിൽ മാറിയത്. അതിന് വിവിധ തലത്തിൽ, അതായത് അവധൂത വേദഗുരു സദാനന്ദ സ്വാമികളെന്നും പറഞ്ഞ് കൊട്ടാരക്കര അവധൂതാശ്രമം ഉണ്ടല്ലോ, ഇപ്പോഴത് വേറെ ചില പ്രശ്നങ്ങൾ പെട്ടു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ശരീരത്തെ ഒരു സമുദായമായിട്ടാണ് കാണുന്നത്. കൈയുടെ ജോലി ചെയ്യുന്നു, കണ്ണിൻ്റെ ജോലി ചെയ്യുന്നു. അപ്പം ഒരു ശരീര സമുദായത്തിൻ്റെ ജാതി എൻ്റെ ജാതിയാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കുടുംബത്തിൻ്റെ ജാതി എൻ്റെ ജാതിയാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഗ്രാമത്തിൻ്റെ ജാതി എൻ്റെ ജാതിയാകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ ജാതി എൻ്റെ ജാതിയാകുന്നു എന്ന് പറഞ്ഞു. സൃഷ്ടികളുടെ ജാതി എൻ്റെ ജാതിയാകുന്നു എന്ന് പറഞ്ഞു. ഭൂലോക സമുദായത്തിൻ്റെ ജാതി എൻ്റെ ജാതിയാകുന്നു എന്ന് പറഞ്ഞു. ഈശ്വരൻ്റെ ജാതി എൻ്റെ ജാതിയാണെന്ന് പറഞ്ഞു. എല്ലാ ജാതികളും എൻ്റെ ജാതിയാകുന്നു എന്ന് പറഞ്ഞു. എല്ലാ ജാതിയും ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ കാലങ്ങളായിട്ട് വന്ന ഒരു അന്ധകാരാത്മകമായ ഈ വിഭാഗീയത പരിഹരിക്കുവാൻ പന്തിരുകുലം ക്ഷേത്രമായി മാത്രം നിന്നാൽ പോരാ, അതിൻ്റെ ആത്മതത്വത്തെ വിശകലനം ചെയ്യുകയും അത്തരത്തിലൊരു സന്യാസ പരമ്പര തന്നെ ഉണ്ടാകുകയും ആ പരമ്പരയിൽ കൂടി ഈ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും പാത ഉണ്ടാകണമെന്നുള്ള ആ പ്രവർത്തന പദ്ധതിയാണ് ഈ ആശ്രമം വഴി രൂപപ്പെടുത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഭഗവാന്റെ കൽപ്പനയായതുകൊണ്ട് കാലം അതൊക്കെ നടക്കുമെന്നുള്ള ചിന്തയാണ് ഇപ്പം നമ്മളിലുള്ളത്. ജീവിതത്തിലെ ഒരു പ്രതിസന്ധ ഘട്ടത്തിൽ അങ്ങേക്ക് ഉത്തരമായിട്ട് വന്നത് തന്നെ ശുഭാനന്ദ ഗുരുദേവന്റെ ഒരു സാന്നിധ്യത്തിലാണ്. അന്ന് ഈ സത്സംഗത്തിൽ കുറേ തവണ ആ പേര്, അദ്ദേഹത്തിന്റെ നാമം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ ശുഭാനന്ദ ഗുരുദേവനുമായിട്ടുള്ള അങ്ങയുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ശുഭാനന്ദ ഗുരുദേവനുമായിട്ട് ഉള്ള ബന്ധം എന്ന് പറയുന്നത് ഭാരതീയ ധർമ്മചിന്തയുടെ കാതലായ, അതായത് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് വാർത്തികം എഴുതിക്കൊണ്ട് സുരേശ്വരാചാര്യർ പറഞ്ഞത് ഏറ്റവും വലിയ ലാഭം ആത്മലാഭമാണ്. ഈ വേദവും വേദാന്തവും ഒക്കെ അപ്രാപ്യമായ ഒരു ജനതയുടെ മധ്യത്തിൽ അവർക്ക് ആ വേദാന്ത സാരത്തെ ജീവിത വ്യവസ്ഥയായിട്ട് ആചരണക്രമമായിട്ട് വളരെ ലളിതമായ നിത്യജീവിതത്തിൽ ജീവിത പദ്ധതികളെ ഏർപ്പെടുത്തിക്കൊണ്ടു വലിയ ഒരു നീക്കമാണ് ശുഭാനന്ദ ഗുരുദേവനെ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ചെയ്തത്. അതിന് പകരം വെക്കാൻ തക്ക ഒരു പ്രവർത്തനം അത്തരത്തിൽ നടന്നിട്ടില്ല എന്ന് പറയും. കാരണം നമുക്ക് എല്ലാം പറഞ്ഞത് ക്ഷണികമാണ് ജീവിതത്തിൽ നമ്മുടെ മനുഷ്യായുസ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അയ്യോ ഇഹത്തിലെ ജീവിതം ജലത്തിലെ കുമിളപോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോന്നും ആ ജീവാത്മ പരമാത്മ ബന്ധത്തെ സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ് ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതെല്ലാം. എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ സത്യം ബോധ്യപ്പെട്ടത് ശുഭാനന്ദാശ്രമത്തിൽ. അതിനു മുൻപ് ഒരു പൂർവകഥ എന്ന് പറയുന്നത്, ഞാൻ ജനിച്ച് വീണ സമയം
എനിക്ക് നാമകരണം നടത്തുന്ന സമയം, അന്നൊന്നും പറ്റിയ ചടങ്ങൊന്നും ഇല്ലല്ലോ, ആരെങ്കിലും ഒരാൾ പേര് വിളിക്കണം എന്നുള്ള തരത്തിൽ, അത്തരത്തിൽ ഇരുന്നപ്പോൾ നമ്മളുടെ അച്ഛൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മകൾ, അപ്പച്ചിയുടെ ഭർത്താവ് ആ സമയത്ത് നമ്മുടെ വീട്ടിലെത്തുകയും, ഇവർ ഈ ശുഭാനന്ദാശ്രമമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവരാ. നമ്മുടെ ഫാമിലി അങ്ങനെ ഇല്ല ഇവിടെ. അപ്പോൾ അത്തരത്തിൽ എത്തപ്പെട്ട് ചൂരലും ഒക്കെ ആയിട്ട് ഈ മാവേലിക്കര ഭാഗത്തേക്ക് എടുക്കാൻ പോകുന്ന യാത്രയിലോ മറ്റോ ആണ് അദ്ദേഹം ഇവിടെ വന്നു എന്ന് പറയപ്പെടും. അപ്പം നമ്മുടെ അച്ഛൻ, എൻ്റെ അച്ഛൻ പറഞ്ഞു, അളിയ ഇവനൊരു പേരിടണം എന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മാവൻ എന്നെ കയ്യിലെടുത്തിട്ട് മുകളിലേക്ക് 3 വട്ടം ഉയർത്തിയിട്ട് ശുഭാനന്ദൻ 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 എന്നാണ് വിളിച്ചത്. അത് നമ്മുടെ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ശിവാനന്ദനായിട്ട് പിന്നെ പരിവർത്തനപ്പെട്ടതാണ് ഈ നാമകരണം തന്നെ. പക്ഷെ അവസാനം എത്തിയത് ശുഭാനന്ദാശ്രമത്തിലാണ്. അതുകൊണ്ട് ശുഭാനന്ദാശ്രമത്തിൻ്റെ തത്വം മനസ്സിലാക്കി വേദം കൂടെ നമ്മൾ അല്പാൽപ്പം മനസ്സിലാക്കുമ്പോഴാണ് ഈ വേദം തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആകയാൽ ഇനി അത് കണക്ട് ചെയ്ത് സാധാരണക്കാരോട് ഈ ബോധ്യപ്പെടൽ, നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞതെല്ലാം അവരുടെ ജീവിതാനുഭവത്തിൽ ഒരാളെ ഒന്ന് പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ ഭയങ്കര അശ്രാന്ത പരിശ്രമം ചെയ്തെങ്കിലേ പറ്റും. പക്ഷെ ഈ വിശ്വാസത്തിൽ വരുന്ന ഒരാളിന് അവർക്ക് ഒരു ലക്ഷണസാരോപദേശം എന്ന് പറയുന്ന വലിയൊരു ഉപദേശമുണ്ട്. ഇത് അതിൽ ചേരുന്നവർക്ക് മാത്രം രഹസ്യമായിട്ട് രാത്രിയിലാണ് ഈ ക്ലാസ് കൊടുക്കുക. വെറ്റ എന്താണ്, പാക്കെന്താണ്, അതിൽ വെക്കുന്ന ചക്രം എന്താണ് എന്നൊക്കെയുള്ള ഉപദേശമാണ്. അത് വേദാന്തത്തിൻ്റെ രഹസ്യം. അത് നമുക്ക് ഓപ്പണായിട്ട് എന്നാൽ അത് പറയൂല. അതിനൊരു വ്യവസ്ഥ അന്ന് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ആ സിസ്റ്റത്തിലാണ് പോകുന്നത്. അതറിയുന്ന ഒരു കൂലിവേലയ്ക്ക് പോകുന്ന ഒരാൾ, അതറിയുന്ന ഇന്ന് മദ്യപാനമൊക്കെ എത്ര വിപത്തായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു. പക്ഷേ ഈ ശുഭാനന്ദാശ്രമത്തിലെ ഒരു വിശ്വാസി അതിവിരളമായിട്ടേ ഉള്ളൂ. കാരണം അതൊരു ചിട്ടയുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവുക. അതൊക്കെ ഈ കാലം പൊതുസമൂഹം അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മളുടെ മുമ്പിൽ ജ്യോതിസാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. ഈ ജ്യോതിസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ ഏകശ്ലോകി പ്രകരണത്തിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 4 വരിയുള്ള ഒരു ശ്ലോകം ആചാര്യസ്വാമികൾ പറഞ്ഞു. അതിനകത്ത് ചോദ്യം ഇതാണ്: കിങ് ജ്യോതിസ്തവ. തവ ജ്യോതി, നിന്റെ വെളിച്ചം, നിന്റെ കാഴ്ച, നീ എന്നെ കാണുന്നു, ലോകത്തെ കാണുന്നു. ശിഷ്യനോട് ഗുരു ചോദിക്കുക, നിന്റെ കാഴ്ച എന്താണ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ശിഷ്യൻ പറയുന്ന ഒരു മറുപടിയുണ്ട്: പാനുമാനഹനിമി. പകല് എനിക്ക് സൂര്യനാണ് വെളിച്ചം, എൻ്റെ കാഴ്ച. രാത്രിയിൽ ചന്ദ്രൻ, നക്ഷത്രം തുടങ്ങിയവ ആണ് എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ഗുരു ചോദിക്കുന്നു, അത് ശരി, ഈ സൂര്യനെ ചന്ദ്രനും നിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു, നക്ഷത്രങ്ങൾ, വിളക്ക് മുതലായവ എന്ന് പറയുന്നു. ഈ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണുന്നതിനുള്ള നിന്റെ കാഴ്ച എന്താണ് എന്ന് ചോദിച്ചു. അത് നീ എന്തുകൊണ്ടാണ് അത് കാണുന്നത്? അപ്പോൾ സൂര്യനെ കൊണ്ട് സൂര്യനെ കാണാമെന്നൊക്കെ ഇങ്ങനെ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാലും അതിന് യുക്തിയില്ല. അത്തരത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ചക്ഷുസ്, കണ്ണുകൊണ്ടാണ് ഞാൻ സൂര്യനെ കാണുന്നത്, കണ്ണുകൊണ്ടാണ് ഞാൻ ചന്ദ്രനെ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുനാഥൻ വീണ്ടും ഒരു ചോദിച്ചു, ചക്ഷുസ്തസ്യ നിമീലനാദി സമേ. കണ്ണടയ്ക്കുമ്പോൾ, നീ ഉറങ്ങുമ്പോൾ നിന്റെ കാഴ്ച എന്താണ്? അന്നേരം നീ കാണുന്നുണ്ടല്ലോ, നമ്മൾ സ്വപ്നം കാണുന്നു, മറ്റു പലതും. നമ്മൾ കൂടുതൽ കാഴ്ച ചിലപ്പോൾ കണ്ണടയ്ക്കുമ്പോഴാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ബുദ്ധി കൊണ്ടാണ്. അപ്പം നിന്റെ ബുദ്ധിയെ നീ എങ്ങനെ അറിയുന്നു? ആ കാഴ്ച നിന്റെ എന്താണ് എന്ന് പറഞ്ഞപ്പോഴാണ് അത് ഞാൻ തന്നെയാണ് എൻ്റെ കാഴ്ച, എൻ്റെ ബുദ്ധിയെ ഞാൻ തന്നെ അറിയുന്നു എന്നവിടെ സമർത്ഥിക്കുക. ആ സമയത്താണ് തത്വമസിക്ക് തുല്യം, അഹം ബ്രഹ്മാസ്മിക്ക് തുല്യം, പ്രജ്ഞാനം ബ്രഹ്മയ്ക്ക് തുല്യമായിട്ട് ഉള്ള മഹാവാക്യം ഭവാൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭു എന്ന് ആ ശ്ലോകം അവസാനിക്കുന്നു. അതായത് ആ ഭഗവാൻ നമ്മൾ തന്നെയാണ് എന്നുള്ളതാകുന്നു. ഇപ്പം ഈ ജ്യോതിപ്രതിഷ്ഠയിൽ നമ്മൾ ഈ തരത്തിൽ അവനവൻ്റെ ഉള്ളിലെ വെളിച്ചത്തിലേക്ക് അവനവനെ നയിക്കുന്ന തരത്തിലേക്ക് പ്രതീകാത്മകമായിട്ടാണ് ഈ ജ്യോതി നമ്മുടെ പ്രതിഷ്ഠ. ഇത് തന്നെയാണ് ശുഭാനന്ദ ഗുരുദേവൻ അവിടെ ആത്മബോധം
സ്ഥാപിച്ചുകൊണ്ട് ലോകത്തോട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ശിഷ്യനോട് ഉപദേശിക്കുന്നത്, നിന്നിലാണ് നിന്റെ വെളിച്ചമെന്ന്. ഇതാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, ഗുരുവായൂരിലേക്കുള്ള ദൂരം ഞാൻ താണ്ടവേ എന്നിൽ നിന്നും എന്നിലേക്കുള്ള ദൂരം കണ്ടമ്പരുന്നു ഞാനെന്ന് പറഞ്ഞത്. ഇതെല്ലാം ആത്മബോധത്തിൻ്റെ ആ പരമമാകുന്ന തലമാണ്. അത് ലളിതമായ തരത്തിൽ ഉപദേശിച്ച ഗുരുദേവനെ നമ്മൾ തീർച്ചയായും, അദ്ദേഹം തന്നെയാണല്ലോ അതിൻ്റെ നമ്മുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിളക്ക് എന്ന് പറയാനും ഞാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ശൃംഗേരിയിൽ കുറച്ച് നാൾ അന്ന് താമസിക്കുകയുണ്ടായി. അപ്പം എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്? അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? നമ്മൾ ഇത്തരത്തിൽ ജ്യോതിപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഒരു ആശ്രമ ജീവിതത്തിൻ്റെ അറിവ് നേടണം, ഒരു ആധ്യാത്മിക അറിവിൻ്റെ പൂർണ്ണതയായിട്ട് ഒരു അധ്യയനം വേണമെന്നുള്ള ഒരു ത്വരയുണ്ടായി. നമ്മുടെ മുൻ മന്ത്രി എം.എ. കുട്ടപ്പൻ സാറ് സ്വാമിക്ക് കരുത്തായി നിന്ന ഒരാൾ ആ സമയങ്ങളിൽ, ഈ യാത്രയിലും ഈ ജ്യോതിപ്രയാണത്തിലും. അദ്ദേഹം അതിനകത്ത് മുൻകൈ എടുത്ത് പല ആളുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് നമ്മുടെ ശൃംഗേരി മഠത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പത്മശ്രീ ഡോക്ടർ ഗൗരി ശങ്കർ കാലടി ആശ്രമത്തിൽ വരുന്നു. അപ്പോൾ അദ്ദേഹവുമായി ഇദ്ദേഹം ബന്ധപ്പെടുകയും സ്വാമിയെ ബന്ധപ്പെടുത്തുകയും ചെയ്തപ്പോൾ, ശരി, നമുക്ക് അവിടെ അതിനുള്ള അവസരം, ഒരു ആധ്യാത്മിക ശിക്ഷണത്തിന്, ഒരു സന്യാസിയായിട്ടുള്ള പാകപ്പെടലിനുള്ള സാഹചര്യം നമുക്ക് അവിടെ തയ്യാറാക്കാമെന്നാണ് ഈ മഠത്തിൽ നിന്നും അത് നമുക്ക് അങ്ങനെ ഒരു അനുവാദം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് തന്നത്. ഇതിൻ്റെ ലെറ്റർ കൈമാറിയത്, ഇത് എനിക്ക് വേണ്ടിയുള്ള അപേക്ഷ അയച്ചത് മുൻ ചീഫ് സെക്രട്ടറി ആർ രാമേന്ദ്രൻ നായർ സാറാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തത്. അങ്ങനെ എന്നെയും കൊണ്ട് എം.എ. കുട്ടപ്പൻ സാറാണ് ആദ്യമായി ശൃംഗേരിയിലേക്ക് പോകുന്നത്. അത് ഇവിടെ അത് നമ്മൾ പറയാൻ ചെന്നപ്പോൾ, ഉത്തരാടം തിരുനാളിനാകട്ടെ, ഇത് കേട്ടവരാരും വിശ്വസിച്ചില്ല. കാരണം അങ്ങനെ അവിടെ ഒരു ട്രഡീഷണൽ, അവിടെ ഒരു പ്രത്യേക പാരമ്പര്യം ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഇത് സമ്മതിക്കുമോ എന്നുള്ളത്, അതുകൊണ്ടാണ് ഇവരൊക്കെ അങ്ങോട്ട് വന്ന് കാണാനിടയായത്. നമുക്ക് ഈശ്വര കൃപയാൽ അത് അവിടുന്ന് സന്യാസ ദീക്ഷ തന്നു എന്നല്ല, അതൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, പലരും അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു സന്യാസിയാകാൻ, അതുപോലെ ഋഷ്യശൃംഗൻ വന്ന് മഴ പെയ്യിച്ച ഇടമാണ് എന്ന് നമ്മൾ സിനിമയിലൊക്കെ അല്ലെ കഥയിൽ കേട്ടത്. ആ ഇടമാണ്, ശൃംഗൻ വന്ന ഗിരിയാണ് ശൃംഗേരിയായിട്ട് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറം മാറി ഋഷ്യശൃംഗൻ്റെ സമാധിയുണ്ട്. കിഗ്ഗ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അതൊക്കെ മഠത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഋഷ്യശൃംഗൻ്റെ അച്ഛൻ വിഭാണ്ഡക മുനി പിന്നെ ഈ മകനെ തേടി ശൃംഗേരിയിലെത്തുകയും അദ്ദേഹത്തിൻ്റെ സമാധിയും ഒക്കെ അവിടെ തന്നെയാണ്. അത് ആശ്രമത്തിന് തൊട്ടടുത്ത് തന്നെ മല്ലകാനികരേശ്വര ക്ഷേത്രം എന്നാണ് അതിന് പറയുന്നത്. ശിവരാത്രിക്ക് നേരിട്ട് ഗുരു അഭിഷേകവും പൂജയും നടത്തുന്ന ഇടമാണ്, വലിയൊരു മലയാണ്. അദ്ദേഹം പൂജ ചെയ്ത ശിവലിംഗമാണ് അദ്ദേഹത്തിൻ്റെ സമാധി പീഠത്തിൽ സ്ഥാപിതമാക്കിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ശൃംഗേരി മഠം ഇവിടെ സ്ഥാപിക്കാൻ ശങ്കരാചാര്യർക്ക് പ്രചോദനമായ ഒരു വലിയ ദൃഷ്ടാന്തം അവിടെയുണ്ട്. മൂകാംബികയിലെ സരസ്വതി പ്രതിഷ്ഠയ്ക്ക് ശേഷം ശൃംഗേരി മഠം സ്ഥാപിക്കണം, 4 ചതുർമഠം സ്ഥാപിക്കണമെന്നുള്ള ചിന്തയുമായിട്ട് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ യാത്ര ചെയ്ത് തുംഗാനദിയുടെ തീരത്ത് വിശ്രമിച്ച സമയത്ത് അദ്ദേഹം അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അതായത് തുംഗാനദിയുടെ അക്കരെ അദ്ദേഹം ഇരിക്കുന്നു, ഇക്കരെ ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഇക്കരെ പൊരിവെയിലത്തൊരു തവള കിടന്ന് പിടയുന്നു. ഒരു പൊത്തിലിരുന്ന് ഇതൊരു പാമ്പ് കാണുന്നു. ഈ പാമ്പ് പെട്ടെന്ന് ഇഴഞ്ഞ് ഈ തവളയുടെ അടുക്കിലേക്ക് വരുന്നു. എന്നിട്ട് അത് പത്തി വിരിച്ച് ഈ തവളയ്ക്ക് തണൽ കൊടുക്കുന്നു. പാമ്പിൻ്റെ പത്തിയുടെ തണൽ തവള ശാന്തമായി ഉറങ്ങുന്നു. ഈ കാഴ്ചയാണ് ശങ്കരാചാര്യ സ്വാമികളെ ആ മണ്ണിൻ്റെ വൈശിഷ്ട്യതയിലേക്കും ഇവിടെ ഈ മഠം സ്ഥാപിക്കണമെന്ന് ഉള്ള ചിന്തയിലേക്കും പ്രേരിപ്പിച്ചത്, പ്രചോദനമായത് എന്നാണ് പറയപ്പെടുന്ന. ഈ സങ്കല്പമുണ്ട്. ഈ അവിടെ ആറിൻ്റെ തീരത്ത് തന്നെ ആ പ്രതിഷ്ഠയും അതിൻ്റെ പൂജയും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ മുജ്ജന്മ സുഹൃതമോ നമ്മുടെ അങ്ങനെയുള്ള ആ ഗുരുത്വത്തിൻ്റെ കടാക്ഷം ഈ ജന്മത്ത് നമ്മളൊന്നും ചെയ്തതായിട്ട് അറിയില്ല. ആ പൂർവ്വജന്മ സുഹൃതമായിരിക്കാം ഇങ്ങനെയൊക്കെ ഒരു നിയോഗം ഉണ്ടായിട്ട് ശൃംഗേരിയെപ്പോലുള്ള ഒരു മഠത്തിൽ കഴിഞ്ഞ 10-12 വർഷക്കാലം അവിടെ കഴിയാനും അതൊക്കെ അങ്ങനെ മനസ്സുകൊണ്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി പാകപ്പെടാനും
അങ്ങനെ ഒരു സന്യാസത്തിലേക്ക് കേരളത്തിൽ എത്തപ്പെടാനുള്ള ഒരു ഗുരുത്വം അവിടെ നിന്ന് നമുക്ക് കിട്ടാനും ഒക്കെയായി അനുഗ്രഹമായി ഭവിച്ചത് എന്ന് കരുതുന്നു. വേദാന്തമാണല്ലോ നമ്മുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം അതിൽ ഒരിടത്തും ജാതിയോ മതമോ ഒന്നുമേ അതിനെക്കുറിച്ചേ പരാമർശിക്കുന്നില്ല, അത് ഇല്ല എന്ന് തന്നെയാണ്. എല്ലാം ഒന്നാണെന്നുള്ളൊരു തത്വമാണല്ലോ. എന്നാൽ സമൂഹത്തിൽ നോക്കുമ്പോൾ ജാതി മതത്തിൻ്റെ അതിപ്രസരമാണ്. എവിടെയാണ് ഈ ജാതി നിലനിൽക്കുന്നത്? ഇന്ന് ഒരു വലിയ സമസ്യയായി തീരുന്ന ഒരു അനുഭവമാണ്. ഭഗവാൻ, അതായത് ശ്രീനാരായണ ഗുരുദേവൻ പോലും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞു. അത്ര അപകടമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു വലിയ എന്താ അതിന് പറയുന്ന ആ ഒരു പ്രത്യേകത. അതിനെ പരിഹരിക്കുക എന്നുള്ളത് അസാധ്യമെന്ന് പറയുന്ന ഒരു തലത്തിലാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ അനുഭവങ്ങൾ നിരവധി ഉണ്ടാകുന്നത്. പക്ഷേ അസാധ്യമായി ഭൂമിയിലൊന്നുമില്ല. ഈശ്വരൻ്റെ സൃഷ്ടി സർവ സൃഷ്ടികളിലും ശ്രേഷ്ഠമായ മനുഷ്യജന്മം തന്നു. ആ മനുഷ്യജന്മം സർവപ്രാണി, അതായത് ആചാര്യന്മാർ പറയുന്നു, സുഖാർത്ഥ സർവഭൂതാന അഥാഹ സർവപ്രവൃത്തി. എല്ലാ പ്രാണികളും സുഖത്തെയാ തേടുന്നത്. പക്ഷേ ആ സുഖം, അതായത് അങ്ങനെ സുഖത്തെ തേടുന്ന ഒരു വ്യക്തി സ്വന്തം സുഖത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നൊരു വ്യക്തിയോ സമാജമോ ചിന്തിച്ചാൽ ബാക്കിയുള്ള സമാജങ്ങൾക്കോ വ്യക്തികൾക്കോ ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ ആചരണത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വേണം ഒരു വ്യക്തിയും ഒരു സമൂഹവും ഒരു സംഘടനയും ഇവിടെ നിലനിൽക്കാനും മുന്നോട്ട് പോകാനും അതിൻ്റെ പ്രവർത്തനം നടത്താൻ. അത്തരത്തിലുള്ള മൂല്യ തത്വങ്ങളുടെ സമ്പൂർണതയാണ് ധർമ്മം എന്നുള്ള ചിന്ത കൊണ്ട് ഒരു ഭാഗത്ത് നമ്മുടെ ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. ഈ ധർമ്മം ജാതി വ്യവസ്ഥയോടുകൂടി ഇത്തരത്തിലുള്ളതാകുന്ന ധർമ്മം, ഒരാൾ ഒരാളുടെ വീട്ടിൽ ഉടമസ്ഥത നേടുക, ഒരാൾ ഒരാളിനെ അടിമയായി കാണുക, ഇതിനെതിരെ സാമൂഹിക പരിഷ്കർത്താക്കളും ആധ്യാത്മിക ആചാര്യന്മാരും ശക്തമായ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ മാറ്റത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ പൊയ്യയിൽ PRDS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. പോയിട്ടുണ്ടോ അറിയാൻ പറ്റിയിട്ടുണ്ടോ? അതായത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയും. അതിൻ്റെ ആചാര്യൻ പൊയ്യയിലപ്പച്ചൻ എന്ന് പറയുന്നതാണ്. ആത്മീയ ഗുരുവുമാണ്. സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചാൽ അദ്ദേഹം പറഞ്ഞ അന്നത്തെ ആ സാമൂഹിക അവസ്ഥയെ ബോധ്യപ്പെടാനുള്ള ഒരു 2 വരി: അധ്വാനമേറെ ചെയ്താലും ഒരു മുന്നാഴി നെല്ലെന്നു കൂലി, മൂവന്തി നേരത്തു വാങ്ങി തുപ്പിപ്പാളയിൽ കൊണ്ടിങ്ങു പോന്നു. ഒരു പാത്രം പോലും അത് മേടിക്കാനില്ല. എവിടേക്കാ വന്നത്? തീയും തിരിയുമില്ലാതെ വെറും അന്ധകാരത്തിൽ കിടക്കും മാടത്തിൽ വന്നു കയറി അന്നു കിട്ടിയ കൂലിയുമായി. അപ്പോഴത്തേക്കിന് പിന്നെ അത് പാകപ്പെടുത്തണം. തള്ളയും തന്തയുമൊത്ത് പേരക്കിടാങ്ങളുമായി പച്ചയ്ക്ക് കുത്തിയ നെല്ലു കൊണ്ടങ്ങത്താഴവും പാകം ചെയ്തു. അപ്പൊ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി. വാടിത്തളർന്നു കിടക്കും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഉണർത്തി ആഴിക്കു ചുറ്റുമിരുന്നു അവർ അത്താഴമൂണു കഴിച്ചു. അത്ര അന്ധകാരം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന, അല്ലെ 18-ാം നൂറ്റാണ്ടെന്ന് പറയും. അവിടെ നിന്നും പരിവർത്തനപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു തലത്തിലെത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെയും ഓരോ മനുഷ്യൻ്റെയും, അതായത് ചിന്താഹൃദയം, നമ്മൾ ഹാർട്ടെന്ന് പറയുമ്പം നമ്മുടെ നെഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ യഥാർത്ഥ ഹൃദയം ചിന്താഹൃദയമാണ്. ആ ചിന്താഹൃദയത്തിൽ ഉദയമാകുന്ന ബോധം കൊണ്ട് വേണം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ. അവിടെയാണ് സുബ്രഹ്മണ്യനെ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ വിളിച്ചത്
അന്തിപ്പൂന്തിങ്കൾ ഉന്തിത്തിരുമുടി തിരികി ചൂടിയാടും പണത്തിൽ ചന്തം ചിന്തും നിലാവിനുളിവെളിയിൽ വിയൽഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചെന്തീമിഴിച്ചെങ്കതിർ നിരചുരുകി ചന്തകാരാനകറ്റി ചിന്താസന്താനമേ നിന്തിരുവടിയടിയൻ സങ്കടം പൂക്കിടവേണം. ആ ചിന്തയിൽ ഉദയമായ സന്താനം, മഹാദേവൻ്റെ ചിന്തയിൽ ഉദയമായ സന്താനം, ആധ്യാത്മിക ചിന്തയിൽ ഉദയമാകുന്ന സന്തതികളായിട്ട് ഇന്നത്തെ ഭൂലോക ജനസമൂഹം പരിവർത്തനപ്പെട്ടെങ്കിലേ ജാതി എന്ന് പറയുന്ന ഈ ഭൂതത്തെ വേരോടുകൂടി പറിച്ചെടുത്ത് നമുക്ക് കളയാൻ കഴിയും. അതിൽ വേദം തന്നെയാണ് അതിന് പ്രമാണം. വേദം തന്നെയാണ് അത് പരിഹരിക്കാനുള്ള മാർഗം. കച്ചി കെട്ടാൻ വള്ളി കച്ചിയിൽ തന്നെ. വേദത്തിൽ ജാതിയല്ല പറഞ്ഞിരിക്കുന്ന, വർണ്ണമാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഈ അനുഭവത്തിൽ ജാതിയാണ്. കാരണം യോനി ബ്രാഹ്മണ്യത്തെ ബ്രാഹ്മണ്യമായിട്ട് സാമൂഹ്യ വ്യവസ്ഥയിൽ അംഗീകരിക്കുകയും താത്വികമായിട്ട് വർണ്ണവ്യവസ്ഥയെ ബ്രാഹ്മണ്യത്തിൻ്റെ പേരിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ട് അതിന് നമ്മുടെ ധർമാചാര്യന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഈ ചിന്തയിലേക്ക് ഉണരണമെന്നുള്ളതാണ് സ്വാമിക്ക് പറയാനുള്ളത്. ജാതി മാറിയാൽ, ജാതി ചിന്തയിൽ നിന്നും ജാതി മാറണ്ട, നായർ വളർന്നുകൊള്ളട്ടെ, ഈഴവർ വളർന്നോട്ടെ, ജാതി സംഘടനകൾ ഉണ്ടാകട്ടെ, അത് ആ സംഘടനയുടെ ജനങ്ങളുടെ സമാജത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി. പക്ഷെ ജാതിക്ക് അതീതമായിട്ട് മനസ്സിനെ വളർത്താൻ, ആ തലത്തിലെത്താൻ നമുക്ക് കഴിയണം. ആ പ്രവർത്തനത്തിന് എല്ലാവരും മനസ്സ് വെച്ച് മുന്നിട്ടിറങ്ങിയാൽ ജാതി നമുക്കൊരു ബാധയാകില്ല. അതായത് സ്വന്തം സമുദായത്തോടും അല്ലെങ്കിൽ സ്വന്തം മതത്തോടും സ്നേഹവും പ്രതിബദ്ധതയും തോന്നുന്നതിനോടൊപ്പം അന്യമതത്തെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും പഠിപ്പിച്ചതാണ് സനാതനധർമ്മം. ആ സനാതനധർമ്മത്തിൻ്റെ അകത്താണ് ഈ ജാതി വ്യവസ്ഥ നമുക്കൊരു വിഷമായി തീർന്നിരിക്കുന്നത്. അത് നമ്മൾ വിചാരിച്ചാൽ, അതായത് സനാതനധർമ്മ സന്തതികൾ വിചാരിച്ചാൽ ആ ജാതിയെ ഉന്മൂലനം ചെയ്യാൻ പറ്റും. പക്ഷേ അത് അതിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വേണം, ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്നതല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ബോധ്യപ്പെടൽ. എന്തായാലും കാലം അതിന് പരിഹാരം കാണും. കേരളത്തിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ പന്തീരകുലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു ബേസാണ്. കേരളത്തിന് തന്നെ ഒരു ചരിത്രത്തിൻ്റെ ബേസ് തന്നെ എന്ന് പറയാം. പക്ഷേ കേരളം അത് മറന്നു, ബോധപൂർവം മറന്നു. അത് എന്തുകൊണ്ടായിരിക്കും? കേരളം എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിശേഷിക്കപ്പെടുന്ന ഭൂമിയാണ്. പക്ഷേ മാനവകുലം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ കുലമാണ്. ആ കുലത്തെ ഏതോ കാലഘട്ടത്തിൽ ആ കുലധർമ്മമാണ് ഇവിടെ ജാതി വ്യവസ്ഥയിൽ കൂടി തകർന്നു പോയത്. ആ തകർന്നതിനകത്ത് സുഖം കണ്ടെത്തിയ ആളുകൾ, അവർ ഇത് ഇങ്ങനെ തന്നെ നിലനിന്നെങ്കിലേ തങ്ങളുടെ മേധാവിത്വം ഇവിടെ അവരുടെ എന്നും അവർ നിലനിർത്താൻ പറ്റൂ എന്നുള്ള ബോധപൂർവമായ ശ്രമമാണ് പന്തിരുകുലത്തിനെ പോലെയുള്ള ഇത്രയും വലിയ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോം ഈ മറഞ്ഞു പോയതിന് കാരണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് പരിഹാരം ഇന്നത്തെ ആധുനിക ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ആ കൊടുമുടി, നമ്മൾ ആധുനികതയുടെ കൊടുമുടി താണ്ടുമ്പോൾ ജാതി ചിന്തയ്ക്ക് അതീതമായിട്ട് പന്തിരുകുലം മുമ്പോട്ട് വെക്കുന്നതായ സാഹോദര്യം, പന്തിരുകുലം മുമ്പോട്ട് വെക്കുന്നതായ സഹവർത്തിത്വം, പന്തിരുകുലം മുമ്പോട്ട് വെക്കുന്നതായ ആ അന്യഥാബോധം വിട്ട് എൻ്റേതെന്ന് തോന്നിക്കുന്ന തലം, അത് ഈ സ്വാർത്ഥ ചിന്താഗതിക്കാരുടെ അവരുടെ ഈ ഒരു മനസ്സിൻ്റെ തന്ത്രജ്ഞതയിൽ നിന്നും നമ്മൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിനെ പന്തിരുകുലത്തിന് അല്ലാതെ ഇതിന് ഇത്തരത്തിലൊരു പരിഹാരം വേറെ ഇല്ല. കാരണം ആത്മീയ തത്വം 5000 വർഷത്തിന് മുമ്പ് തൊട്ട് വേദകാലം മുതൽ ഇങ്ങോട്ട്, അതിനപ്പുറത്ത് വേദകാലം മുതൽ ഇങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇത് ബോധ്യപ്പെടാൻ വേദത്തിനപ്പുറത്ത് വേദവേരുകളോളം എത്തി. അവിടെ നിന്നും ആ തുഷാര ബിന്ദുക്കളെ, ആ മഞ്ഞുതുള്ളികളെ എടുത്തുകൊണ്ട് ജീവിത വ്യവസ്ഥയാക്കി അനുഭവത്തിൻ്റെ തലത്തിൽ വന്നതാകുന്ന ദിവ്യ ഔഷധമാകുന്ന അനുഭവ പൈതൃകമാണ് പന്തിരുകുലം.
അവിടെ പാക്കനാര് പറഞ്ഞു തരുന്ന വേദതത്വമുണ്ട്, അവിടെ നാരായണത്ത് പറഞ്ഞു തരുന്ന വേദതത്വമുണ്ട്. പാക്കനാര് ഒരു പ്രാവശ്യം, അതായത് താൻ കൊട്ട മുറം ഒക്കെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തമ്പ്രാക്കന്മാർ അതിലേ പോയി. എവിടെ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഗംഗാസ്നാനത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അടിയനൊരാഗ്രഹമുണ്ട്, എന്താണ്? ഈ വടി കൂടി ആ ഗംഗയിലൊന്ന് സ്നാനം ചെയ്തു കൊണ്ടുവന്നാട്ടെ, ഞങ്ങൾക്ക് അവിടെയെങ്ങും പറ്റുന്നതല്ലല്ലോ. അതൊരു നിസ്സാര കാര്യമാണല്ലോ. അങ്ങനെ അവർ പാക്കനാരുടെ കാഞ്ഞിര വടി കൂടി കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഗംഗയിൽ സ്നാനം ചെയ്തപ്പോൾ ഈ വടി ഗംഗയിൽ ഒഴുകിപ്പോയി. മാസങ്ങൾ കഴിഞ്ഞു. അവർ തിരികെ വന്ന വഴിക്ക് പാക്കനാര് ചോദിച്ചു, പാക്കനാരുടെ അടുക്കൽ വന്നു, ഒരു അബദ്ധം പറ്റിപ്പോയി പാക്കനാരെ, അവിടെ വലിയ ജനവും വലിയ ഒഴുക്കുമൊക്കെ ആയിരുന്നു, ആകയാൽ ഈ വടി നഷ്ടപ്പെട്ടു എന്ന്. അയ്യോ, അടിയൻ്റെ വടി നഷ്ടപ്പെട്ടോ? അതെവിടെയാണോ? അത് ഗംഗയിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നാ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. വന്നാട്ട തമ്പ്രാക്കന്മാരെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഈ തൃത്താലയ്ക്കടുത്ത് പൂവിലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ഇപ്പോഴും. അതിൻ്റെ കുളം അന്ന് പൊട്ടംകുളമായിട്ട് കിടക്കുക. ആ കുളത്തിൻ്റെ അവിടോട്ട് ചെന്ന് നിന്നിട്ട്, അമ്മേ ഗംഗാമാതാവേ, എൻ്റെ വടി ഇങ്ങ് തന്നാട്ടെ എന്ന് പറഞ്ഞു. ഇതൊരു തുലാമാസം 1-ാം തീയതി എന്നാണ് ഇത് വെപ്പ്. ഗംഗയിൽ മുങ്ങിയ വടി ഇങ്ങ് പാലക്കാട് തൃത്താലയ്ക്കടുത്ത് ഈ പൊട്ടൻകുളത്തിൽ ഉയർന്നു വന്നു എന്നാണ് അതിൻ്റെ കഥ സൂചിപ്പിക്കുന്നത്. ഇന്നും അവിടെ എല്ലാ തുലാമാസം 1-ാം തീയതി ആയിരങ്ങളാണ് ഈ കുളത്തിൽ സ്നാനം ചെയ്യാൻ വന്നത്. അപ്പം ഇവിടെ ആചാര്യസ്വാമികൾ മനീഷ പഞ്ചകത്തിൽ പറഞ്ഞതുപോലെ ഗംഗയിലെ ജലവും ഈ പൊട്ടൻകുളത്തിലെ ജലവും എല്ലാം ഈശ്വര സാന്നിധ്യത്തിൽ തുല്യമാണ് എന്നുള്ള ബോധം, ഈ വേദബോധത്തിലേക്കാണ് പാക്കനാര് ഈ സമൂഹത്തെ കൊണ്ടുവന്നെത്തിച്ചത്. അതുപോലെ ഏറ്റവും വലിയൊരു കാര്യം, അകവൂർ ചാത്തൻ്റെ മനയ്ക്കൽ വളർന്നതായ തമ്പുരാനാണ്. അകവൂർ ഇല്ലത്ത് വളർന്ന തമ്പുരാൻ്റെ സേവകനായിരുന്നു അകവൂർ ചാത്തൻ. ഈ തമ്പുരാന് യഥാർത്ഥത്തിൽ യമധർമ്മനെ പൂജിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വേലക്കാരി പെണ്ണിനോടൊരു മനസ്സിനൊരു ആകർഷണം തോന്നി. അങ്ങനെ തോന്നി, അത് തെറ്റാണെന്ന് പിന്നെ ബോധ്യമായി. അതിന് പരിഹാരം തേടി അദ്ദേഹം തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. ആ തീർത്ഥാടനത്തിന് പുറപ്പെട്ടപ്പോൾ ഈ അകവൂർ ചാത്തകനെ സേവകനെയും കൂടെ കൂട്ടി. അങ്ങനെ ഈ സ്നാനങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയ കൂട്ടത്തിൽ അദ്ദേഹം ഒരു ചുരക്കായോ മറ്റോ അവിടെ അകത്തുകൊണ്ട് അന്തർജനത്തിൻ്റെ കൈ കൊടുത്തു. പറഞ്ഞു, ഇത് വിശേഷപ്പെട്ടതായി, ഇത് കറി വെക്കണം. അന്തർജനം ഇത് കറി വെച്ചിട്ടാണ് അന്ന് ഉച്ചയ്ക്ക് ഇവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വിളമ്പി. ഈ കറി കൂട്ടിയതും ഈ തമ്പുരാന് കയ്പ് സഹിക്കാൻ വയ്യാതെ, ഇതെന്താ ഇത് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ തമ്പുരാട്ടി പറഞ്ഞു, ഇത് ചാത്തൻ കൊണ്ടുവന്നതാണ്, അകവൂർ ചാത്തൻ തീർത്ഥാടനത്തിന് പോയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ചാത്തൻ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു, തമ്പുരാനെ അതിൻ്റെ കയ്പ് മാറിയില്ലേ? അന്നേരം പറഞ്ഞില്ല, അത് അങ്ങ് സ്നാനം ചെയ്ത എല്ലാ തീർത്ഥഘട്ടങ്ങളിലും ഞാൻ ഈ ചുരയ്ക്കാ മുക്കിയിരുന്നു, അതിൻ്റെ കയ്പ് മാറിയില്ലെങ്കിൽ അങ്ങയുടെ പാപവും മാറിയിട്ടില്ല എന്ന്. അപ്പോഴാണ് തമ്പുരാൻ അതിൻ്റെ ആത്യന്തികമായ അർത്ഥം മനസ്സിലാകുന്നത്. തമ്പുരാൻ പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? അന്നേരം പറഞ്ഞ, ആ സ്ത്രീയോളവും വലുപ്പത്തിൽ ഒരു വെങ്കല പ്രതിമയുണ്ടാക്കി അത് അഗ്നിയിൽ വെച്ച് അത് ചുട്ടുപഴുത്ത സമയത്ത് കുളിച്ച് അങ്ങ് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ചെന്ന് ഈ പ്രതിമയെ ആലിംഗനം ചെയ്യണമെന്നാണ് അകവൂർ ചാത്തൻ നിർദ്ദേശിച്ച വഴി. അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട, ഒരു സേവകൻ പറഞ്ഞ് ഇത് ചെയ്യണ്ട എന്ന് ബുദ്ധിയുള്ളവരെല്ലാം അന്ന് ഉപദേശിച്ചു. ഇല്ല, ഇത് ഞാൻ ചെയ്യും, ഇതെനിക്ക് ചാത്തൻ പറഞ്ഞു തന്നത് അതിനകത്ത് പൊരുളുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മാവുമൊക്കെ വെട്ടി അത് വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കി വെങ്കല പ്രതിമ കൊണ്ടുവന്നു, അതിനകത്ത് ഇറക്കി അതിനെ അത് അഗ്നിയിൽ ഇങ്ങനെ 2-3 ദിവസം അങ്ങനെ അത് പുള്ളി അത് അഗ്നിയും വെങ്കല പ്രതിമയും തിരിച്ചറിയാൻ പറ്റാത്ത പരുവത്തിൽ നിന്ന സമയത്തേക്ക് അകവൂർ ചാത്തൻ കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ആ പ്രതിഷ്ഠയിലേക്ക് ആലിംഗനം ചെയ്യാൻ സ്വമേധ അതിൻ്റെ അടുക്കലോട്ട് അടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെന്ന സമയത്ത് അവിടെ എത്താറായപ്പോഴാ അകവൂർ ചാത്തൻ പിടിച്ചിട്ട് പറഞ്ഞു, ഈ പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം, അങ്ങയുടെ പാപമെല്ലാം ഇതോടുകൂടി പോയി എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ വേദാന്ത തത്വങ്ങളെ
അപ്പം നമ്മൾ പറഞ്ഞത് അഗ്നിഹോത്രിയായി അവതാരമായിക്കൊണ്ട് യജ്ഞശാലയായി ഭൂമിയെ മാറ്റിയ അഗ്നിഹോത്രി തൻ പാദം തൊഴുന്നീൻ മഹാജ്യോതി എന്നാണ് നമ്മളൊരു കീർത്തനത്തിൽ ഇവിടെ പറയുന്നത്. അതുപോലെ ഓരോരുത്തരും പാക്കനാര് സത്യം പാലിച്ച ഭൂമിയിൽ പാദമൂന്നി പുളകിതരാകുവാൻ ഇന്നിതാ തിരുപാദം തൊഴുന്നീൻ. കാരണം ആ പണം ആളെക്കൊല്ലി ആണ് എന്ന് പറഞ്ഞ ആളാണ് പാക്കനാർ. അങ്ങനെ ഈ 12 പേരും ജീവിതത്തെ തത്വമാക്കിക്കൊണ്ട് കല്ലുരുട്ടി കയറ്റി മലയിൽ ചെന്ന് അത് താഴോട്ട് വിട്ട് പൊട്ടിച്ചിരിച്ചയാളാണ് നാരായണത്തു തമ്പൻ. ആ തത്വം ഈ വേദാന്ത തത്വത്തെ ജീവിത ബോധ്യത്തിലേക്ക് മനുഷ്യ മനസ്സുകളിലേക്ക് ആക്കിക്കൊടുത്തതായ അനുഭവ പൈതൃകമാണ് പന്തിരുകുലം മുമ്പോട്ട് വെക്കുന്നത്. അവിടെ ബ്രാഹ്മണ്യവും ക്ഷത്രിയവും വൈശ്യവും ശൂദ്രവും ഒന്നുമല്ല, അവിടെ പരമമാകുന്ന കുലത്തിൻ്റെയും കുലധർമ്മത്തിൻ്റെയും പൂർണ്ണതയാണ് അവിടെ തെളിയിച്ചത്. അങ്ങനെ കുലധർമ്മം വീണ്ടെടുത്ത് ഈ സമൂഹ മധ്യത്തിൽ അതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ളതായ വേദാന്ത ദർശനമാണ് പന്തിരുകുല ജീവിത ദർശനമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെയാണ് ഇന്ന് അങ്ങിപ്പം ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി. ഇത് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് അനിവാര്യം. സ്വാമിജി, അങ്ങിടയ്ക്ക് വളരെ മനോഹരമായിട്ട് കവിത ചൊല്ലുന്നത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. അങ്ങയുടെ മനസ്സിൽ സ്പർശിച്ച ഏതെങ്കിലും ഒരു അങ്ങയെ സ്വാധീനിച്ച ഒരു കവിത നമുക്ക് വേണ്ടി ചൊല്ലാം. കവിതയല്ല, പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ. തീർച്ചയായും. സൽഗുരുരൂപം എന്നിൽ തെളിഞ്ഞു കാൺമതിനായി അതിമോഹമുണ്ടേ എൻ്റെ പരമഗുരുവരാ. സൽഗുരുരൂപം എന്നിൽ തെളിഞ്ഞു കാൺമതിനായി അതിമോഹമുണ്ടേ എൻ്റെ പരമഗുരുവരാ. കണ്ടറിഞ്ഞിട്ടും നാഥ കേട്ടറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും നാഥ മതി വരുന്നില്ല. ഞങ്ങളെ കൂടെ തങ്കപ്പാതയിൽ ചേർപ്പാൻ പരിശോധനയ്ക്കായി നാഥൻ വീണ്ടും വന്നല്ലോ. ഇരുപുറം തേജസ് ആദിലീരേഴു ലോകം വ്യവസ്ഥകളെല്ലാം നാഥൻ തെളിയിച്ചു തന്നു. തെളിയിച്ച സത്യം എന്നിൽ ചിന്തനം ചെയ്തു. തെളിയിച്ച സത്യം എന്നിൽ ചിന്തനം ചെയ്തു. വിളങ്ങുമാത്മാവിൽ മായവെന്തുരുകെട്ടി. വിളങ്ങുമാത്മാവിൽ മായവെന്തുരുകെട്ടി. ഈ വിധമുള്ള ഭാഗ്യം വരുത്തിയോ എന്നിൽ. ഈ വിധമുള്ള ഭാഗ്യം വരുത്തിയോ എന്നിൽ. മറക്കവതല്ല എൻ്റെ പരമഗുരുവിനെ. മറക്കവതല്ല എൻ്റെ പരമഗുരുവിനെ. സ്വാമിജി, നമ്മുടെ ആശ്രമത്തിൻ്റെ നിലവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് പറയുന്നു. ഇപ്പം ഇതിൻ്റെ ആദ്യഘട്ടമാണ്. നമ്മുടെ മഹാജ്യോതി പ്രതിഷ്ഠ നടന്നത് മുതൽ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ആദ്യ ഞായറാഴ്ചയാണ് ജ്യോതിരായും പകലും ജ്വലിച്ചുകൊണ്ടേ നിൽക്കുക. അതിന് എണ്ണ പകർന്ന് അത് രാവിലെയും വൈകിട്ടും ആരാധന നടത്തി സമർപ്പിക്കുക. ആദ്യ ഞായറാഴ്ച പെറ്റവാക്ക് താമ്പൂലം വെച്ച് സമർപ്പണം ചെയ്യുന്ന ഒരു ചടങ്ങ്. അത് നിരവധി ആളുകൾ, അതായത് കണ്ണൂർ ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കാറുണ്ട്. അതിനകത്ത് വളരെ ഒരു താത്വിക വശമെന്ന് പറയുന്നത് വെറ്റില സരസ്വതിയാണ്.
സരസ്വതി അമ്മയാണ്, അറിവാണ്, ഗുരുവാണ്. പാക്ക് എന്ന് പറയുന്നത് അസുരവൃക്ഷമാണ് അടയ്ക്കാമരം. പക്ഷേ പാക്ക് എന്ന് പറയുന്നത് തപസ്സ, അഗ്നിയ. അത് നല്ലൊരു പഴുത്ത പാക്ക് എന്ന് പറയുന്നത് കാവിയുടെ കളറാണ്. അങ്ങനെ ഈ അറിവിലേക്ക് ഈ തപസ് കൂടി ചേർത്ത് അതിനകത്ത് ആലോകധനം ആത്മീയതയാ, ഈശ്വരീയത. ഈ ലോകധനം നമ്മുടെ വ്യവഹാരധനമാണ്, അത് ചക്രമാണ്. അതിൻ്റെ ഒറ്റച്ചക്രം കൂടി ചേർത്ത് അതൊരു പീഠസങ്കല്പത്തിൽ പട്ടിനകത്ത് വെച്ച് അവർ ദേവാലയ അപ്പുറത്ത് ഉപദേവതാസ്ഥാനങ്ങളൊക്കെ വണങ്ങി മഹാജ്യോതിയുടെ മുമ്പാകെ വന്ന് ആത്മപ്രദക്ഷിണം നടത്തി, അവനവൻ ചെയ്യുന്ന പ്രദക്ഷിണമാണ് ആത്മപ്രദക്ഷിണം നടത്തി സമർപ്പിക്കുന്ന ചടങ്ങാണ് ഈ താമ്പൂല സമർപ്പണം. അതൊരു ആധ്യാത്മിക തത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വഴിപാട് കൂടിയാണ്. ഇത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഈശ്വരീയ, ഞാൻ ഈശ്വരന് എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം കൂടി അതിനകത്ത് വരുന്നുണ്ട്. 1000 പേരോളം ഇപ്പം എല്ലാ മാസങ്ങളും കണ്ടിന്യൂ ആയിട്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതുവഴി ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് അത്ഭുതമല്ല, അവരവർ ആ ഉപാസനയുടെ ഭാഗമായിട്ട് മാറുമ്പോൾ കിട്ടുന്ന അനുഗ്രഹമാണ്. ഇത് രാവിലെ 6 മണിക്ക് രാവിലത്തെ യാമത്തിൽ ആരാധന നടത്തി, 9 മണിക്ക് അടുത്ത യാമത്തിൽ ആരാധന നടത്തി, 12 മണിക്ക് മധ്യാഹ്ന യാമത്തിൽ ആരാധന നടത്തി, സത്സംഗവും ഉച്ചഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത യാമത്തിൽ ആരാധന നടത്തി, 6 മണിക്ക് ദീപാരാധനയോടൊപ്പം സന്ധ്യായാമത്തിൽ പ്രാർത്ഥന നടത്തി, ആരാധന നടത്തി, രാത്രിയിൽ 9 മണിക്ക് വീണ്ടും ആരാധന നടത്തി, രാത്രിയിൽ 12 മണിക്കാണ് ഈ സങ്കല്പം നമ്മൾ മഹാജ്യോതിയിലൂടെ സമർപ്പിക്കുന്ന ഓരോരുത്തരുടെ പെരുന്നാളും വെച്ച് സങ്കല്പിച്ച് ആരാധനയിൽ സമർപ്പിക്കുക. അതാണ് ഇപ്പം എല്ലാ മാസങ്ങളും ആശ്രമ സന്നിധിയിൽ നടക്കുന്ന ഒരു വഴിപാടെന്ന് പറയുന്ന തരത്തിലുള്ള ആത്മസമർപ്പണം. ഈ സമയത്ത് നമ്മൾ ആരാധനയാണ്. ഗുരുവിനെ സങ്കല്പിച്ച്, ഈശ്വരനെ സങ്കല്പിച്ച്, ആ ബ്രഹ്മതത്വം യഥോ വൈമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി വിസംവിശന്തി തത് ജിജ്ഞാസസ തത് ബ്രഹ്മേതി എന്ന് തൈത്രീയോപനിഷത്ത് പറയുന്ന ആ ബ്രഹ്മലക്ഷണം മഹാജ്യോതിയായിട്ട് നമ്മൾ ആരാധിക്കുക. അപ്പോൾ ആ ബ്രഹ്മബോധത്തിലേക്ക് ഓരോ ആളും സ്വയം അവൻ്റെ ഇണ്ടലുകളും ദുഃഖങ്ങൾക്കും ഒക്കെ പരിഹാരമായിട്ട് അവനിൽ തന്നെ നിൽക്കുന്ന പരിഹാരത്തെ ഉണർത്തി അതൊരു കർമ്മമായി ചെയ്യുന്ന പ്രവർത്തനമാണത്. അതോടൊപ്പം ഈ ഒരു ആശയം പന്തിരുകുലത്തിൻ്റെ ദാർശനിക ചിന്ത സമൂഹത്തെ അതിനെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ഈ ആശയം അവിടെ എത്തിക്കേണ്ടതുണ്ട്. ആ തരത്തിൽ പന്തിരുകുല സനാതന ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്ന ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് ആ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആശ്രമത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും പ്രവർത്തനം മുമ്പോട്ട് പോകും. അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് എറണാകുളം, ആലുവ, കുഞ്ചാട്ടുകര, പൂക്കാട്ടുപടിയിലുള്ള ഒരു റിട്ടയർഡ് അധ്യാപകൻ HM ആയിരുന്നു. പവിത്രം മാഷാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രസിഡൻറ്റ്. ഇതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു KT ബാബുലാൽ മണി സാർ, അദ്ദേഹമാണ് ഇതിൻ്റെ സെക്രട്ടറി. ഇതിൻ്റെ ട്രഷററായിട്ടിരിക്കുന്നത് ഇവിടെ തന്നെ കരിമുളയ്ക്കലുള്ള ഒരു ശിവദാസൻ എന്ന് പറഞ്ഞു. 21 അംഗ ഒരു ബോർഡാണ് ഇതിൻ്റെ ഈ സംഘത്തിൻ്റെ നിയന്ത്രണം. പിന്നെ എല്ലായിടങ്ങളിലും പ്രാർത്ഥനാ യൂണിറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പം നടന്നു വരുന്നത്. അതൊരു 10 വീട് 5 വീട് ആയിക്കൊണ്ട് മാസത്തിലൊരിക്കൽ അവർ ഒരുമിച്ചിരുന്ന് ആഴ്ചയിലൊരിക്കൽ ആരാധന നടത്തിക്കൊണ്ട് ഒരു വിളക്ക് ജ്യോതിയെ സങ്കല്പിച്ച് വെച്ചുകൊണ്ട് അവിടെ കുടുംബ സത്സംഗമൊക്കെ നടത്തി അവരവരുടെ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുടുംബത്തിൻ്റെയും അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഗുണവും ദോഷവും രോഗവും ദുഃഖവും മറ്റു കാര്യങ്ങളുമൊക്കെ അങ്ങനൊരു പാരസ്പര്യത്തിൻ്റെ തലത്തിൽ ഈശ്വരീയ ആരാധനയെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവിടെ നീ ഏതാണ് ഞാൻ ഏതാണെന്നുള്ളത് ഇല്ല, ജ്യോതിയുടെ വിശ്വാസികളാകുന്ന ആ ഒരു തലത്തിലേക്കുള്ള കുടുംബ യൂണിറ്റുകളാണ് ഇതിനകത്ത് ഇപ്പോൾ അടിസ്ഥാനപരമായി ഞങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം കുറച്ച് കുടുംബ യൂണിറ്റുകളുണ്ട്. എങ്കിലും അത് വിപുലപ്പെടുത്താനും, ഇപ്പോൾ ആശ്രമമായിട്ടും ദീക്ഷ എടുത്തിട്ടും 1 വർഷമേ ആകുന്നുള്ളൂ, അത് വിപുലപ്പെടുത്താനും അത്തരത്തിൽ കേരളത്തിലെമ്പാടും
യൂണിറ്റുകൾ ഉണ്ടാക്കുവാനുമുള്ള ഒരു ശ്രമമാണ് പന്തിരുകുല സനാതനധർമ്മ പരിപാലന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമി ശിവാനന്ദ ശർമ്മജിയുമായിട്ടുള്ള ഈ ഒരു ദീർഘമായിട്ടുള്ളൊരു സത്സംഗം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, നമ്മളെ സാധകർക്ക് എന്തുകൊണ്ട് ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ നമുക്ക് ചിന്തിച്ച് മനനം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സത്സംഗം തന്നെയായിരുന്നു. തുടക്കത്തിലെ ചെറുപ്പകാലത്തിലെ അച്ഛൻ്റെ ആ ഒരു കർക്കശമായിട്ടുള്ള ശിക്ഷണത്തിലൂടെ ആധ്യാത്മികതയിലേക്ക് ഒരു വിശ്വാസിയായിട്ട് കടന്നു വന്ന് ഒരു ജ്യോതി ദർശനത്തിലൂടെ, ആ ബോധത്തിൻ്റെ ദർശനത്തിലൂടെ, ആ അനുഭവത്തിലൂടെ ഉള്ളിലേക്കിറങ്ങി തന്നെ തിരിച്ചറിയുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ചോദ്യം ഉള്ളിൽ കൊണ്ട് ഒരു അന്വേഷകൻ്റെ ചോദ്യത്തിലൂടെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് സനാതന ധർമ്മം പ്രചരിപ്പിക്കുക, എല്ലാം ഒന്നാണ് എന്നുള്ള സത്യം ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് സ്വാമിജി ഈ പന്തീരുകുല ധർമാശ്രമം എന്നുള്ള ഒരു സ്ഥാപനം, ഈ ഒരു ആശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്നേഹത്തിലൂടെയും സാഹോദര്യത്തിലൂടെയും സനാതനധർമ്മത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് ദീർഘമായിട്ടുള്ള ആ വീക്ഷണത്തിൽ മുന്നോട്ട് ചലിക്കുന്ന സ്വാമിജിയെ നമുക്ക് ഈ ഒരു സത്സംഗത്തിന് ലഭിച്ചു എന്ന് പറയുന്നത് നമ്മൾ സാധകരുടെ ഒരു പുണ്യം തന്നെയാണ്. ഒരിക്കൽ കൂടി സ്വാമിജിയുടെ പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. സ്വാമിജി, നമ്മൾ മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിലെ സാധകർക്ക് ഒരു സന്ദേശം നൽകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്ത് സന്ദേശമാണ് അങ്ങ് നൽകാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. വളരെ ധന്യമായ ഒരു നിമിഷത്തിലൂടെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ, ഈ ഒരു സത്സംഗത്തിന് ഒരു സാഹചര്യമൊരുക്കിയത്. മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനലിലെ ഓരോ സാധകൻ അറിഞ്ഞിരിക്കേണ്ടുന്നത് എന്താണ് എന്ന് നമ്മുടെ ഗുരുജി നമ്മളോട് ഏവരോടും സദാസമയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സാധകൻ, സാധ്യം, ഇത് മൂന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതക്രമം ഈ മനുഷ്യ ജീവിതത്തിൽ അനുവർത്തിക്കാനും അനുഷ്ഠിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ സുഹൃതം, ജന്മാന്തര സുഹൃതമായി കിട്ടിയ അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് ആ ധ്യാന ഗുരുവായിട്ട് നമ്മുടെ മുമ്പിൽ ഉദയമായതാണ് ശ്രീ അവധൂത പ്രസാദ് ജി എന്നുകൂടി ഞാൻ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു. 2, പരംജ്യോതിയായിരിക്കുന്ന സങ്കല്പം, ഈ ബ്രഹ്മാണ്ഡ സങ്കല്പം, ജീവജ്യോതിസുകളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ജീവാത്മ പരമാത്മ ബന്ധത്തെ ചേർത്തു നിർത്തിക്കൊണ്ടുള്ളതാകുന്ന ഒരു ജീവിതക്രമത്തിലേക്ക്, ധ്യാനത്തിൻ്റെ തലത്തിലേക്ക്, ഉപാസനയുടെ തലത്തിലേക്ക് എത്തപ്പെടുവാൻ നമ്മളെ ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതിന് നിമിത്തവും നിയോഗവുമായിട്ട് മീറ്റ് ടു മീ മീഡിയേഷൻ ചാനൽ വളരെ സ്തുത്യർഹമായ പ്രവർത്തനം ഞാൻ പലത് കണ്ടിട്ടുണ്ട്. മങ്കര പ്രഭാകരാനന്ദ സ്വാമികളുടെ അവിടുത്തെ ഇൻ്റർവ്യൂ കണ്ടു, അതുപോലെ രാജേന്ദ്രാനന്ദ സ്വാമികൾ, അങ്ങനെ രായും പകലും എല്ലാം മറന്നുകൊണ്ട് ഈ ഒരു ജീവിത ലക്ഷ്യം യാഥാർത്ഥ്യമാകുവാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ജാഗ്രത, അതാണ് നമുക്ക് എപ്പോഴും വേണ്ടുന്നത്. ജാഗ്രതയാണ്. ആ ജാഗ്രതയുണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ വഴി തെറ്റാതെ, ജീവിതത്തിൽ പിഴവ് സംഭവിക്കാതെ നമ്മുടെ തന്മയീഭാവത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും. ആ ജാഗ്രതയുടെ കാവലാളന്മാരായിട്ട് അവധൂത പ്രസാദ്ജിയും ബാലുവും, അതോടൊപ്പം ഈ സംവിധാനം, ഈ മുമ്പോട്ട് വയ്ക്കുന്ന ഈ പ്രവർത്തനം അതീവ അനുഗ്രഹമായി ഈ സമൂഹത്തിൻ്റെ മുതൽക്കൂട്ടായി തീരട്ടെ, മനുഷ്യ സമാജത്തിൻ്റെ മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് സർവീശ്വരൻ്റെ മഹാജ്യോതിയുടെ നാമധേയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും
എൻ്റെ പ്രണാമം.